കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു പ്രാവശ്യം കൂടി ചേർന്ന് ശബ്ദമുയർത്തി എല്ലാവരും കർത്താവിൻ്റെ വിലപ്പെട്ട നാമം ഇന്ന് രാത്രിയിൽ മഹത്വപ്പെടുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന മറ്റ് ആദരണീയരായ ദൈവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ, കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. വിശേഷിച്ച് കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും നിങ്ങളെ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുദിനത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പരിചിതരായ നിരവധി സഹോദരങ്ങൾ ഇതിൻ്റെ നടുവിലുണ്ട്. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുകയാണ്. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. തൂണിന് മുന്നിലുമൊക്കെയായിട്ട് സഹോദരങ്ങളുണ്ടല്ലോ. ഒരുപക്ഷെ എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നു എന്ന് ഓർക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലഭ്യമായ സമയത്ത് തന്നെ എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ജന്മം കൊണ്ട് ഇടുക്കി സ്വദേശിയാണ്, വളർച്ച കൊണ്ട് വയനാട്ടിലാണ്. ശുശ്രൂഷയോടനുബന്ധിച്ച് ഏകദേശം 10 വർഷത്തോളമായി തിരുവനന്തപുരത്തിൻ്റെ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഞാനുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സരാഫത്ത് ബൈബിൾ കോളേജ് എന്ന അനുഗ്രഹീതമായൊരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവം അവസരമൊരുക്കുന്നു. അതോർത്ത് കർത്താവിന് സ്തോത്രം പറയുന്നു. വിശേഷാൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ഡിസംബർ മാസം ഞങ്ങളുടെ ജീവിതത്തിൽ അതിയായ സന്തോഷമുള്ള ഒരു മാസമാണ്. നാളെ ഏകദേശം ഉച്ചയോടനുബന്ധിച്ച് ഞങ്ങൾ കുടുംബമായി വയനാട്ടിലേക്ക് യാത്ര തിരിക്കും. 28-ാം തീയതി ഏകദേശം വൈകിട്ട്, ശനിയാഴ്ച വൈകിട്ട് ഒരു 5:30 എൻ്റെ 2 കുഞ്ഞുങ്ങൾ സ്നാനമേൽക്കുവാൻ വേണ്ടി അവർ കർത്താവിൽ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് വിലപ്പെട്ട പ്രാർത്ഥന വിതരണത്തിൽ ചോദിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കുടുംബം 2 കുഞ്ഞുങ്ങളടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് ഞങ്ങൾ. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് വചനത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നു. എനിക്കിവിടെ ആരെയും, ഇവിടെയുള്ള ദൈവദാസന്മാരെയൊക്കെ നിങ്ങളുടെ ഈ ലൈവ് പല പ്രാവശ്യവും കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ആരുടെയും പേരെനിക്കറിയത്തില്ല. എങ്കിലും ഒറ്റ വാക്കിൽ എല്ലാവരെയും ക്രൈസ്തവ അഭിവാദനം ചൊല്ലുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസമാണ് ഇന്ന്, ഡിസംബർ 25 അല്ലേ? ഹലോ, നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ? കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പലരും താഴോട്ട് നോക്കിയിരിക്കുന്നു, പലരും എങ്ങോട്ടും നോക്കിയിരിക്കുന്നു. എല്ലാവരും മുന്നോട്ട് നോക്കിയിരിക്കണം. അതിനാണ് ദൈവദാസൻ എന്നെ ഇങ്ങോട്ട് ഇപ്പം ക്ഷണിച്ചത്. അതുകൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഡിസംബർ 25. ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? ക്രിസ്തുവിൻ്റെ ജനനമെന്ന് കലണ്ടറിലുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെയൊരു ചിത്രം നമ്മുടെ മുൻപിലുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനം ഇന്ന് ഡിസംബർ 25 എന്നുള്ളൊരു കലണ്ടർ നമ്മളെ ബോധിപ്പിക്കുന്നത് കൊണ്ട് അതിൻ പ്രകാരം നമ്മളെല്ലാ വർഷവും അങ്ങനെ എന്ത് ചെയ്യുന്നു? 25 എന്ന് പറയുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നു. ഞാൻ ഇന്നലെ പരസ്യയോഗത്തിന് ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളോടും ഒരുമിച്ച് ഞങ്ങളായിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ. ക്രിസ്തു ഇന്നും കൈകാലിട്ടടിച്ച് കാലിത്തൊഴുത്തിൽ കുഞ്ഞിക്കണ്ണുകൾ ചിമ്മി നക്ഷത്രങ്ങളെ നോക്കി മാട്ടിടയന്മാരെ നോക്കിയും അമ്മ മറിയത്തെയും ഔസേപ്പ് പിതാവിനെയും നോക്കി ഇന്നും കാലിത്തൊഴുത്തിൽ കിടക്കുമ്പോൾ ക്രിസ്തു ഉള്ളിൽ ജനിച്ച ദൈവമക്കൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വന്നതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുകയാണ്. ഇന്നും പല മതങ്ങൾക്കും പല പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം ക്രിസ്തു കുഞ്ഞ് ദൈവമായും അല്ലെങ്കിൽ കുട്ടി ഉണ്ണീശോയായിട്ടും ഇന്നും ഇരിക്കുമ്പോൾ ക്രിസ്തു ഉള്ളിൽ ജനിച്ച് വളരെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ കടന്നു വന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഒരു ചെറിയ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നു. ആധാരമായി 1 പത്രോസിന് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. 1 പത്രോസിന് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക്.
ഒരു പ്രാവശ്യം കൂടി ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ചത്. ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. വിശേഷിച്ച് ഈ തിരുവചനത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ച് ആധികാരികമായി മുഖവരകളൊക്കെ എടുത്ത് പറഞ്ഞാൽ നമുക്ക് ലഭ്യമായ സമയം പോരാതെ വരും. അതുകൊണ്ട് മുഖവരകൾ മാറ്റിവെച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ ആ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ആ സന്ദേശം ആ വായിച്ച വേദഭാഗത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ തന്നെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അനുഗ്രഹീതനായ അഭിഷക്തൻ്റെ കരാങ്കുലികളിൽ ആലേഖനം ചെയ്യപ്പെട്ട തിരുവചനത്തിൻ്റെ സന്ദേശം ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനാ യോഗത്തിൻ്റെ അകത്ത്, കൂടാരത്തിൻ്റെ അകത്ത് കടന്നു വന്നിരിക്കുന്ന നമ്മൾക്കൊരാശ്വാസമാകട്ടെ, നമുക്കതൊരു ജീവനാകട്ടെ, നമുക്കൊരു ശക്തിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രഭാഷണത്തിലേക്ക് പ്രാർത്ഥനയോടെ ഞാൻ പ്രവേശിക്കുകയാണ്. വായിച്ച തിരുവചനത്തിൻ്റെ സന്ദേശം ഇങ്ങനെയാണ്: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകൂലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഇന്ന് രാത്രിയിൽ കരുതുന്ന ദൈവം എന്ന ചിന്തയെ ആസ്പദീകരിച്ച് എൻ്റെ പ്രഭാഷണത്തിൻ്റെ പ്രമേയം ഞാൻ ദൈവസഭയ്ക്ക് കൈമാറുകയാണ്. കരുതുന്ന ദൈവം. കരുതുന്ന ദൈവത്തെക്കുറിച്ച് നിരവധി പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. പ്രഭാഷകരായിരിക്കുന്ന അനവധി ദൈവദാസന്മാരും ദൈവകുഞ്ഞുങ്ങളുമെല്ലാം ഈ ആലയത്തിൻ്റെ അകത്തുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടെയും പ്രാർത്ഥനയോടെയും തന്നെയാണ് ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നത്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ കരുതുന്ന ദൈവത്തെക്കുറിച്ച് നിരവധി ചിന്തകളും നിരവധി സന്ദേശങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തളത്തിൽ നമ്മൾ കേട്ടുവരാം. നിരവധി പ്രഭാഷണ വേദികളിലും നിരവധി പ്രസംഗങ്ങളും ആലയത്തിൻ്റെ അകത്തും അല്ലെങ്കിൽ രഹസ്യമായും പരസ്യമായും നടക്കുന്ന പ്രഭാഷണങ്ങളോ മീറ്റിങ്ങുകളോ ഇതര മേഖലകളിലെല്ലാം കരുതുന്ന ദൈവത്തെക്കുറിച്ച് ആവോളം അനുഭവത്തോടെ അകതാരു തുടികൊട്ടുന്ന നിലവാരത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ കരുതുന്ന ദൈവത്തിൻ്റെ വിവിധ പ്രവർത്തികൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തളത്തിൽ കോരിച്ചൊരിയുന്നതെന്ന് 2024 12-ാമത്തെ മാസം 25-ാമത്തെ തീയതി ഈ വർഷം നമ്മളെ വിട്ടു പോകുന്നതിന് മുൻപ് കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ദൈവത്തിൻ്റെ കരുതൽ എങ്ങനെയാണ് നമ്മൾ അനുഭവിച്ചത്, കഴിഞ്ഞ ചില മാസങ്ങൾ ദൈവിക കരുതൽ അനുഭവമായത് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് എന്ന് വളരെ വേഗത്തിൽ ഒരു ലഘു സന്ദേശം തന്നെ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ചില നാളുകളിലെല്ലാം എൻ്റെ പ്രഭാഷണ വേദികളിൽ ഉരുവിടുന്ന ചില വാക്കുകളാണ്. വയനാടിൻ്റെ മണ്ണിൽ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് ഏകദേശം 1 മണിക്കൂറിൽ 500 കിലോമീറ്റർ സ്പീഡിൽ ചെളിയും മണ്ണും മരവും കല്ലും നിറഞ്ഞ് വെള്ളവും നിറഞ്ഞ ഉരുളുപൊട്ടൽ ലാൻഡ് സ്ലൈഡ് നടന്ന് വല്ലാത്തൊരു ദുരന്തം വയനാടിൻ്റെ മണ്ണിനെ വിഴുങ്ങുവാനിടയായി. ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നുപോയി സ്വന്തം ഒരു കൂരയുണ്ടാക്കി കുടുംബത്തെ കൂരയ്ക്കകത്ത് കുഞ്ഞുങ്ങളോട് ചേർത്ത് പിടിച്ച് താമസിപ്പിക്കുവാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നുപോയി ചൂടേറിയ മണൽത്തരികളിൽ അത്യധ്വാനം ചെയ്ത് ലഭ്യമായ സമ്പത്ത് വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് വീടിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് തിരുവനന്തപുരത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാല് കാച്ചുന്ന നേരം കാത്തിരുന്നു കൊണ്ട് വയനാടിന്റെ മണ്ണിലേക്ക് ഓടുവരുവാൻ കൊതിയോടെ കാത്തിരുന്ന അപ്പന് ലഭ്യമായത് എന്താണെന്നറിയാമോ? 6 അടി മണ്ണിലേക്ക് നീറിയൊടുങ്ങുന്ന, മറിച്ച് 60 അടി ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയ ഭാര്യയുടെയും മക്കളുടെയും ശവശരീരങ്ങൾ മാത്രമാണ്. ഇന്നും കിട്ടാതെ, ഇന്നും ലഭ്യമാകാതെ പല ശവശരീരങ്ങളും മൃതശരീരങ്ങളുമെല്ലാം 6 അടി മണ്ണിന്റെ ആഴങ്ങളിൽ എവിടെയൊക്കെയോ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്നത് നമ്മുടെ കേട്ടുകേൾവിയ. ഒന്നും കൂടി പറഞ്ഞു തരാം. എത്രയോ മാതാപിതാക്കൾക്ക്, എത്രയോ സഹോദരങ്ങൾക്ക്, എത്രയോ കുഞ്ഞുങ്ങൾക്ക്
തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ട് ആരോരുമില്ലാത്ത അനുഭവത്തിൽ ആമേൻ വയനാടിന്റെ മണ്ണിൽ എന്നും ജീവിക്കുന്നതെന്നറിയാമോ? എത്രയെത്ര ദുരന്തങ്ങളാണ്, എത്രയെത്ര ഗതികേടാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നറിയാമോ? പക്ഷെ ഒന്നിന്ന് പകലും ഞാൻ പറയാം, ഏതൊക്കെ ഉരുളുപൊട്ടലുകൾ ഉണ്ടായാലും, ഏതൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടായാലും, ഏതൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ ഭൂമിയുടെ മുകളിൽ സംഭവിച്ചാലും 2024 വരവേറ്റ നിനക്ക് 2024 അവസാന മണിക്കൂറുകളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് ആയുസ് തന്നെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തി പിടിച്ചു പറ, അവൻ എന്റെ ആയുസിനെ കരുതുന്ന ദൈവമാ, അവൻ എന്റെ ആരോഗ്യത്തെ കരുതുന്ന ദൈവമാ, അവൻ എന്റെ കുടുംബത്തെ കരുതുന്ന ദൈവമാ. സ്തോത്രം. ദുരന്തങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരിതപൂർണമാകുന്ന അവസ്ഥകളിലൂടെയും അവസ്ഥാന്തരങ്ങളിലൂടെയും സഞ്ചരിച്ച നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അകത്ത് 2018 മുതൽ കേട്ട് കേൾവിയില്ലാത്ത ജലപ്രളയങ്ങൾ. എന്തിനു പറയുന്നു? ഒരു കഷണം അപ്പത്തിന് വേണ്ടി വരെ എത്രയോ പണക്കാരും വിദ്യാസമ്പന്നരും ആമേൻ പണ്ഡിതന്മാരുമായിരിക്കുന്നവര് ഓടി നടന്ന ചരിത്രം നമുക്കറിയാം. നമ്മുടെ കണ്ണിൻ മുൻപിലൂടെ ഒഴുകിപ്പോയ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ ഒന്ന് ഞാൻ പറയാം, ഒരു ജലപ്രളയത്തിന് പോലും വിട്ടുകൊടുക്കാതെ, ഒരു ലാൻഡ് സ്ലൈഡിന് പോലും വിട്ടുകൊടുക്കാതെ, ഒരു ഭൂകമ്പത്തിന് പോലും വിട്ടുകൊടുക്കാതെ, ഒരു പ്രകൃതി ദുരന്തത്തിന്റെ അകത്ത് പോലും നിന്നെയോ നിന്റെ തലമുറകളെയോ അകപ്പെടുത്താതെ ഇന്ന് രാത്രിയിലും ഈ ആലയത്തിന്റെ അകത്ത് 2024 25 ദിവസം 12 മാസം കൊണ്ടുവരാൻ കരുത്തുള്ളവന്റെ പേര് ആമേൻ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, അവന്റെ പേരത്രേ കരുതുന്ന ദൈവം. ആമേൻ സന്തോഷമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആ കരമൊന്നടിച്ച് അരുമനാഥന് സ്വത്രം പറഞ്ഞാട്ട്. കരുതുന്ന ദൈവത്തെ ഇങ്ങനെ ആരാധിച്ചാൽ പോരാ. മരണത്തിൽ നിന്ന് വീണ്ടെടുത്തവൻ, പാപത്തിൽ നിന്ന് വീണ്ടെടുത്തവൻ, ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തവൻ, രോഗത്തിൽ നിന്ന് വീണ്ടെടുത്തവൻ, അവന്റെ പേരത്രേ കരുതുന്ന ദൈവം. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ മഹാദൈവത്തെയാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ആരാധിക്കുന്നത്. 6 അടി മണ്ണിലേക്ക് നേറിയൊടുങ്ങുവാൻ ശരീരം വെമ്പൽ കൊണ്ട് മരണത്തിന്റെ തണുത്തുറഞ്ഞ കരാളഹസ്തങ്ങൾ ശരീരത്തെ വലിഞ്ഞു മുറുക്കി ആമേൻ മോർച്ചറിക്കകത്തേക്ക് കൊണ്ടുപോയി വെക്കുവാൻ പെട്ടികളും ആമേൻ സെക്യൂരിറ്റി ഗാർഡുകളുമൊക്കെ കൊതിയോടെ കാത്തിരുന്ന് അവരുടെ കൈകാലുകൾ കൊതിച്ചു നിൽക്കുന്ന ആമേൻ പല വേളകളിലും ഇന്ന് രാത്രിയിലും ഇതിൻ്റെ അകത്തിരുന്ന് ആത്മാവിൽ ആമേൻ പറയുവാൻ കരുത്തു നൽകിയവന്റെ പേര് വാ തുറന്ന് വിളിച്ചു പറ. ആമേൻ കരുതുന്ന ദൈവമാണെന്ന് എത്ര പേർക്ക് സ്വത്രം പറയാൻ കഴിയുന്നുണ്ട്? ആമേൻ ഏതൊക്കെയോ നിലവാരത്തിൽ ഒരുപക്ഷെ ഇവിടെ ഇരിക്കാൻ കഴിയാതെ ആമേൻ റോഡിന്റെ അകത്തളത്തിൽ ചതഞ്ഞരഞ്ഞ് പോകേണ്ടുന്ന സാഹചര്യം എത്രയോ 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 നമ്മുടെ ജീവിതത്തിൽ വന്നതാണെന്നറിയാമോ? ഒന്നും കൂടി ഇങ്ങനെ പറഞ്ഞ് ഞാൻ സന്ദേശത്തിലേക്ക് മടങ്ങി വരികയാ. എത്രയോ തവണ മരണത്തെ മുഖാമുഖം കണ്ടു. പക്ഷെ അതിന്റെ നടുവിൽ നിന്ന് ആമേൻ വിടുവിച്ചവന്റെ പേര് അഭിമാനത്തോടെ വാതുറന്നു പറയണം. അവന്റെ പേര് കരുതുന്ന ദൈവമെന്നാണ്. സ്തോത്രം. എനിക്കറിയാം എന്നെക്കാളും കൂടുതൽ സാക്ഷ്യം പറയാൻ കരുത്തുള്ള ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ട്. ഒന്നും കൂടി പറഞ്ഞാൽ, ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ ആമേൻ പാസ്റ്ററെ മൈക്ക് ഞങ്ങൾക്കൊന്ന് തന്നാൽ സാക്ഷ്യം ഞങ്ങൾ പറയാം. പാസ്റ്ററെ പ്രസംഗത്തിനേക്കാളും നല്ല കിടിലം കൊള്ളുന്ന സാക്ഷ്യം ഞങ്ങൾ പറയാം. കാരണം അത്രയും അധികം കരുതലുകൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് കരുത്തോടെ അനുഭവിച്ച ഒരു കൂട്ടം ദൈവമക്കളാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. എത്ര പേർക്ക് സ്വത്രം പറയാൻ കഴിയുന്നുണ്ട്? തലമുറകളെ ചേർത്ത് പിടിച്ച് ഇന്ന് രാത്രിയിൽ ഇതിന്റെ അകത്ത് കടന്നു വരുമ്പോൾ കരുതുന്ന ദൈവത്തിന് സ്തോത്രമെന്നല്ലാതെ മറ്റെന്ത് നമുക്ക് പറയാൻ കഴിയുമെന്ന്. അതുകൊണ്ടാണ് അഭിമാനത്തോടെ ഇന്ന് രാത്രിയിൽ സൈലോം PGM ചർച്ചിന്റെ അകത്തളത്തിൽ നിന്ന് ആത്മാവിൽ അതരത്തിലൂടെ അരുളപ്പാട് ആലോചനയ്ക്കനുസരിച്ച് അത്യുന്നതന്റെ കരങ്ങളിൽ നിന്ന് ആമേൻ ലഭ്യമായതുപോലെ ആലയത്തിന്റെ അകത്ത് പറയാൻ ദൈവം ആമേൻ കരുത്തു നൽകുന്നത്. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ.
പ്രാർത്ഥനയോടെ സന്ദേശത്തിലേക്ക് മടങ്ങി വരികയാണ്. സ്തോത്രം. കരുതുന്ന ദൈവം. നിരവധി ചിന്തകൾ അതിൻ്റെ അകത്തുണ്ടല്ലേ. അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്റെ കരാങ്കുലികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ഈ സന്ദേശം പത്രോസ്ലീഹായോട് ചോദിച്ചു നോക്കണം, എന്തുകൊണ്ടാണ് ഈ വേദവചനം ഇത്ര ആധികാരികതയോടെ എഴുതി വച്ചിരിക്കുന്നത്? ആധികാരികതയോടെ തന്നെയാണ് പത്രോസ്ലീഹ ആമേൻ വേദഭാഗം എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം 66 പുസ്തകം ആമേൻ അധ്യായ പുസ്തകങ്ങൾ അടങ്ങിയതാണ്. എത്ര പുസ്തകങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ? 66 പുസ്തകം. കൂടരുത്, കുറയരുത്, അതിൻ്റെ മുകളിലോട്ടും കയറരുത്, താഴോട്ടും എന്ത് ചെയ്യരുത്, വരരുത്. 66 പുസ്തകങ്ങളിൽ ആമേൻ നമ്മൾക്ക് ഈ എൻഡ് ഓഫ് ഇയറിൻ്റെ ഒരു ടൈമുണ്ട് നമുക്കല്ലേ. പുതുവത്സരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് തത്തമ്മേനെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്നത് പോലെ കുറേ വാക്യങ്ങൾ, വാക്തത്വത്തിൻ്റെ വാക്യങ്ങൾ മാത്രം നമ്മളിങ്ങനെ എടുത്ത് തത്തമ്മയെ കൊണ്ട് ചീട്ടടിപ്പിച്ചു. അത് നോക്കിയപ്പോൾ ഞാൻ നിന്നെ ഉള്ളംകരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, വരച്ചിരിക്കുന്നു. ആ വാക്യം മാത്രം അടിവരയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന വല്ലാത്ത ഒരു ഗതികെട്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് 66 പുസ്തകത്തിൻ്റെ അകത്തുള്ള എല്ലാ വാക്യങ്ങളും എഴുതിയിടണം. മിണ്ടുന്നില്ല. 66 പുസ്തകത്തിൻ്റെ അകത്തെ നമ്മൾ കുറച്ച് വാക്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? യഹോവ എൻ്റെ, അതിൻ്റെ ആ വാക്യത്തിൽ മാത്രം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലത്തെ താഴത്തെയും വാക്യം നമുക്കറിയത്തില്ല. ഇനി അടുത്തതൊന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം. ആമേൻ. നമുക്ക് 1 പത്രോസിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത് എന്താണെന്നറിയാമോ? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. നമുക്കെല്ലാവർക്കും കാണാപ്പാടം ആ വാക്യം. പക്ഷെ അതിന്റെ മുകളിലത്തെ വാക്യവും താഴത്തെ വാക്യവും നമുക്ക് എന്ത് ചെയ്യത്തില്ല. കരമുയർത്തി രാമയും പറഞ്ഞാട്ടെ. അപ്പം നമ്മളിങ്ങനെ തത്തമ്മേനെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്ന പോലെ എല്ലാ അണ്ടർദിയുടെ സമയത്തും എൻഡ് ഓഫ് ഇയറിന്റെ സമയത്തും കുറച്ച് വാക്യങ്ങൾ എഴുതി വെച്ച് ഞാൻ പറഞ്ഞു അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം നമ്മുടെ പെന്തക്കോസുകാർക്ക്. സ്തോത്രം പറഞ്ഞില്ല. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം നമ്മുടെ ദൈവമക്കൾക്ക്. ഞാൻ പറയുന്ന 66 പുസ്തകങ്ങൾ മൊത്തം എഴുതി ആമേൻ നമ്മളൊന്ന് ഇട്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന വാക്യം എടുത്തേ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. സ്തോത്രം പറഞ്ഞില്ല. എനിക്കറിയാം സ്തോത്രമൊന്നും വരികയില്ലെന്ന് എനിക്കറിയാം. കർത്താവ് നമ്മൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ സന്ദേശത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ആമേൻ. പത്രോസ്ലീഹായോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് ഈ വേദഭാഗം ഇത്രയും ആധികാരികതയോടെ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത്? ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. അതിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ഓരോ വാക്കുകളുമുണ്ടല്ലോ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. അത്രയും കരുത്തുണ്ട് ആ പദത്തിന്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ എന്ന് പറഞ്ഞാൽ സഭയിലെ മൂപ്പന്മാരോട്, സഭയിലെ പ്രതിനിധികളോട് അവരെ അനുഭവിക്കുന്ന ചില വേദനകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ പത്രോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ വേദനിക്കേണ്ട. ഇന്നലകളിൽ നടത്തിയ ദൈവം ഇന്നും നിങ്ങളെ നടത്താൻ ശക്തനാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ഇന്നലകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ദൈവത്തിന്റെ കരമുണ്ടല്ലോ, അത് ഇന്നും നിങ്ങളെ നടത്താൻ ശക്തനാ. ഞാൻ ഇങ്ങനെ പറഞ്ഞ സന്ദേശത്തിലേക്ക് മടങ്ങി വരികയാണ്. ആമേൻ. ഇന്നലകളിലേക്കാൾ ഇന്ന് എനിക്കേറെ നന്നെന്ന് പറയത്തക്ക നിലവാരത്തിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ അകത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ ഞാനൊരു ദൂത് പറയാ. ഇന്നലകൾ നീ കരഞ്ഞ ചില വിഷയത്തിന്, ഇന്നലകൾ നിലവിളിച്ച ചില വിഷയത്തിന്, നിന്റെ തലമുറകളുടെ വിഷയങ്ങളെ ഓർത്ത് നീ ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറകളുടെ വിഷയത്തെ ഓർത്ത് നീ തേങ്ങലടിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ, നിന്റെ വസ്തുവകകളെക്കുറിച്ച്, നന്മകളെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച് ആകുലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പത്രോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയോട് പറയുന്ന സന്ദേശം എന്താണെന്നറിയാമോ? ഭാരപ്പെടരുത്. നിന്റെ ചിന്തകളും നിന്റെ ആകുലതകളും ഈ 2024 ഇന്ന് രാത്രിയിൽ നടക്കുന്ന ഈ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ ഇറക്കി വെക്ക്. ഹല്ലേലൂയ. കാരണം ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാ. ഒരു മനുഷ്യനും നിനക്ക് വേണ്ടി കരുതുന്നില്ലെങ്കിലും, ഒരു മനുഷ്യനും നിന്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിലും, ഒരൊറ്റ മനുഷ്യൻ പോലും നിന്റെ കരം പിടിക്കാൻ നിന്റെ ഒപ്പമില്ലെങ്കിലും, കൂടെ നിന്നവരും കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരുമെല്ലാം നിന്റെ ദുഃഖ ദുരിത ദുരന്ത അവസ്ഥകൾ കണ്ട് നിന്നെ വിട്ട് ചോടിപ്പോയെങ്കിലും ഇന്ന് രാത്രി വചനം പറയുന്നു, കുഞ്ഞേ, നിന്നെ മാറോട് ചേർത്തണച്ച് നിന്റെ കരം പിടിച്ച് നീ വീഴുന്ന സാഹചര്യത്തിൽ നീ പരിശാകാതെ നിന്നെ ചേർത്തു പിടിക്കുന്ന നല്ലൊരു അരുമനാഥൻ നിന്നോട് കൂടെ ഉണ്ട്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ആരൊക്കെ ഇട്ടേച്ചു പോയാലും
ഞാൻ ഈ പ്രസ്ഥാനത്തോടും പറയാം, കൂടെ നിന്നവരോ ഒപ്പം നിന്നവരോ കൈയടിച്ചവരോ പാട്ട് പാടിയവരോ ഒന്നും നമ്മുടെ കൂടെ കാണത്തില്ല. പ്രഹസനങ്ങളും പ്രകമ്പനങ്ങളും കൊള്ളിക്കാൻ ഒരുപക്ഷെ ആളുകൾ കാണും. പക്ഷെ ഇന്ന് രാത്രിയിൽ ഈ പ്രസ്ഥാനം പ്രാർത്ഥിച്ചോ, 2025 നിങ്ങളെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന വർഷമായി മാറുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എടാ, ഇതിൻ്റെ അകത്ത് നിന്ന് പലതിനെയും പൊളിച്ചു കൊണ്ടുപോയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നവരുണ്ട്. മനസ്സിലായില്ല? ഇതിൻ്റെ അകത്ത് നിന്ന് ചിലതിനെ ഊരിക്കൊണ്ട് പോയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ഈ സഭയെ അങ്ങനെയല്ല എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ആമേൻ. 2005 ഈസ് എ ഇയർ ഓഫ് മൂവ്മെന്റ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? 2025 ഈ ദൈവസഭയുടെ ചലനത്തിന്റെ വർഷമായി മാറുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മനിറവിൽ ചില മിനിറ്റുകൾ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. 2025 ഒരു ചലനത്തിന്റെ വർഷമാ. സൈലോം PGM ചർച്ചിന്റെ ചലനത്തിന്റെ വർഷമാ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഉപയോഗിക്കുന്ന വർഷമാ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് തരുന്ന വർഷമാ. നിങ്ങളെ വർദ്ധിപ്പിക്കുന്ന വർഷമാ. നിങ്ങളെ വർദ്ധിപ്പിക്കുന്ന വർഷമാ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ വായികളെ തുറന്ന് അല്പനിമിഷം സ്തോത്രം ചെയ്ത് കരങ്ങളെ അടിച്ച് ആത്മനിറവ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ ശാചാരമന ശംദരാധരാധര ഹധരമന ഗടകൾ ഖരാദിയ പ്രൈശസ്യാം ധേരിയൽ മനാസി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഈ ദൈവസഭയെ ദൈവം വളർത്തട്ടെ. ഈ ദൈവസഭയെ ദൈവം ഉയർത്തട്ടെ. ഇതിന്റെ മേൽ കരുന്നുകൾ പോലെ കൊണ്ടാടി നിൽക്കുന്ന, പല്ലിളിച്ച് കുലുങ്ങിച്ചിരിക്കുന്ന ചില കുടിയിരിപ്പിന്റെ കെട്ടുകൾ, ചില ദേശാധിപതികളുടെ വ്യാപാരങ്ങൾ, മാനുഷികപരമായ വൈരികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭയുടെ മുൻപിൽ നിന്ന്, ദൈവസഭയുടെ മുകളിൽ നിന്ന് മാറിപ്പോകട്ടെ. 2025 ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം. 2024 അവസാനത്തെ ദിവസം മുതൽ 2025 പ്രാരംഭ ദിവസം വരെ. ആമേൻ. പിന്നെ 2025 മുതൽ നിങ്ങളെ ദൈവം വർദ്ധിപ്പിക്കുന്ന മാസങ്ങളും വർഷങ്ങളുമായി മാറട്ടെ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയുന്നുണ്ട്? എൻ്റെ പൊന്ന് ദൈവദാസന്മാരെ, നമ്മളൊരൊറ്റ സെക്ഷൻ കൊണ്ടുള്ള ആരാധനയാക്കാൻ നിൽക്കരുത്. ഇതിൻ്റെ അകത്ത് നിരവധി ആരാധനകൾ ഒരു ദിവസം നടക്കണമെന്ന്, സെക്ഷനുകൾ മാറി അഭിഷക്തന്മാർ ഇതിന്റെ അകത്ത് ശുശ്രൂഷിക്കണമെന്ന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ആമേൻ പറയാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ എന്നെ ഏൽപ്പിച്ച സന്ദേശത്തെ വിശ്വസിച്ച് ഞാൻ പറയുകയാ, ഇതിന്റെ അകത്തൊരു ആത്മപകർച്ച വെളിപ്പെടുമെന്ന്, ഇതിന്റെ അകത്തൊരു ആത്മാവിന്റെ സഞ്ചാരം വെളിപ്പെടുമെന്ന്, ചിലതിൽ നിന്ന് ചിലതിലേക്ക് കെടാത്ത തീ പോലെ ആത്മാവിന്റെ സഞ്ചാരം വെളിപ്പെടുമെന്ന്. ചില ദൈവമക്കള് ആത്മനിറവിൽ സഞ്ചരിക്കുവാൻ പോകുകയോ, ആത്മനിറവിൽ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം തലമുറകൾ പുറത്തു വരുമെന്ന്. ഒരു പുതിയ ജനറേഷൻ 2025 പുറത്തു വരട്ടെ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പത്രോസ്ലീഹയോട് ഒന്ന് ചോദിക്കണം, എന്താ പത്രോസ്ലീഹ ഇങ്ങനെ എഴുതുവാനുണ്ടായ കാരണം? മുൻപിലും പിൻപിലുമൊക്കെ ഞങ്ങൾ വായിക്കുമ്പോൾ ആമേൻ ഞങ്ങൾ പലപ്പോഴും കോരിത്തരിച്ചിരിക്കാറുണ്ട്. പക്ഷേ ഈ 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് ഞങ്ങൾ വരുമ്പോൾ അറിയാതെ ഞങ്ങളുടെ ഉള്ളു തുടിച്ചു വരികയാണ്. കാരണം ഇന്നലകളിൽ അനുഭവിച്ച വേദനയ്ക്കുള്ള ദൂത ഇന്ന് 7-ാമത്തെ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. കരമുയർത്തി സ്തോത്രം പറയാമോ? ഇന്നലകളിൽ ആഗ്രഹിച്ച ചില വിഷയത്തിനുള്ള മറുപടിയാണ് 7-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവദാസനെ, ഇന്നലകളിൽ ചില ചോദ്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിച്ചു. ആ ചോദ്യത്തിനുള്ള മറുപടിയല്ലേ ഇന്ന് ആമേൻ ദൈവം നമ്മളോട് പറയുന്നത്? കാരണം എന്താ? നിങ്ങൾ ചിന്തിച്ച വിഷയം, നിങ്ങൾ വ്യാകുലപ്പെട്ട വിഷയം, നിങ്ങൾ കരഞ്ഞ വിഷയം, നിങ്ങൾ ചുമന്നുകൊണ്ടുവന്ന ഭാരമുണ്ടല്ലോ, അത് എന്താണെങ്കിലും ഇന്ന് രാത്രി ഇറക്കി വെക്ക്. ആമേൻ, ഞാൻ മറുപടി തരാൻ പോകുകയാണെന്ന്. എന്റെ മറുപടി എന്താണെന്നറിയാമോ? വചനം പറയുന്നു, ആമേൻ, അവൻ നിങ്ങൾക്കായി കരുതിയാണ് മറുപടി തരുന്നത്. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കുഞ്ഞുങ്ങളോടും അഭിഷക്തന്മാരോടും ഇന്ന് രാത്രിയിൽ പറയുകയാ, ചോദിച്ച ചോദ്യത്തിന് ഇന്ന് രാത്രി വ്യക്തമായ ചില മറുപടികൾ കരുതലുകൾ പോലെ കുടുംബത്തിന്റെ അകത്തളത്തിൽ അവൻ കൈമാറുവാൻ പോകുകയാ. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നിരാശയുടെ നീർച്ചുഴിയിലൂടെ കടന്നു വന്നെങ്കിൽ, വേദനിപ്പിക്കുന്ന
വേദനിപ്പിക്കുന്ന ഈ അവസ്ഥയിലൂടെ കടന്നു വന്നെങ്കിൽ തിരിച്ച് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എന്താകും അന്തമെന്ന് ചിന്തിച്ച് ഇതിന്റെ അകത്തിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന പറയുക. കുഞ്ഞെ, നിന്റെ ഭവനത്തിൽ നീ കാലെടുത്ത് വെക്കുന്നതിന് മുൻപ്, നിന്റെ ഭവനത്തിന്റെ വാതിൽ നീ തുറന്ന് അകത്തു കയറുന്നതിന് മുൻപ് ദൈവിക കരുതലുകൾ നിന്നെ വരവേൽക്കുവാൻ പോകുകയാ. ആമേൻ. ഡ്രമ്മും സൈഡ് ഡ്രമ്മും അടിച്ച് ആമേൻ ക്രിസ്മസ് പാപ്പ ഓടി വന്ന് നിങ്ങളെ ആലിംഗനം ചെയ്യുന്നത് പോലെയല്ല. കഥക തുറന്ന് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ വർണ്ണശബളമായ നക്ഷത്രങ്ങൾ കണ്ട് ആമേൻ ചാടിമറിയുന്നത് പോലെയല്ല, മറിച്ച് ദൈവിക കരുതലുകൾ ചില തലമുറകളിലേക്ക് ചില കുടുംബത്തിന്റെ ഏകത്തളത്തില്, ചില ഭവനത്തിന്റെ ഏകത്തളത്തില്, ചില മാതാപിതാക്കളില്, നിങ്ങളുടെ ചില വസ്തുവകകളുടെ മേൽ ആമേൻ ചലിക്കാതെ കിടക്കുന്ന ചില പേപ്പറിന്റെ മേൽ, പഞ്ചായത്തിന്റെ അകത്തും പോലീസ് സ്റ്റേഷന്റെ അകത്തും കോടതിക്കകത്തും നിനക്കെതിരെ എഴുതി വച്ചിരിക്കുന്ന ചില പേപ്പറിന്റെ മേൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ഞാൻ കരുതാൻ പോകുകയാ. എത്ര പേര് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ട്? വില്ലേജിന്റെ അകത്ത് ചലിക്കാതെ കിടക്കുന്നത്, സ്കൂളിന്റെ വിഷയത്തിന്റെ അകത്ത് ചലിക്കാതെ കിടക്കുന്നത്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ചലിക്കാതെ കിടക്കുന്ന ചില പേപ്പറിന് ഇന്ന് രാത്രി ചലനമുളവാക്കുന്ന നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ പോകുകയാ. വിശ്വസിക്കുന്നുള്ളവർ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ രണ്ട് കരവും ചേർത്തടിച്ച് ആത്മനാഥന് സ്വത്രം പറഞ്ഞ് പോരാ ശക്തിയോടെ ഇന്ന് രാത്രിയിൽ ആത്മാവ് കാത്തോട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞൊഴുകട്ടെ. നിന്റെ കുടുംബ വിഷയത്തിന്റെ മേൽ, നിന്നെ വേദനിപ്പിക്കുന്ന നിന്റെ കുടുംബ വിഷയത്തിന്റെ മേൽ, നിന്നെ തകർക്കുന്ന നിന്റെ കുടുംബ വിഷയത്തിന്റെ മേൽ, നിന്നെ ഇല്ലാതാക്കുന്ന നിന്റെ കുടുംബ വിഷയത്തിന്റെ മേൽ, നിന്റെ ശുശ്രൂഷയെ തകർക്കുന്ന നിന്റെ കുടുംബ വിഷയത്തിന്റെ മേൽ, ദേശത്തിന്റെ അകത്ത് ഒന്നുമില്ലാതാക്കുന്ന നിന്റെ കുടുംബ വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ അതിന്റെ അകത്ത് ഇടപെടുവാൻ പോകുകയാ, ഞാനത് ഏറ്റെടുക്കുവാൻ പോകുകയാ. കുഞ്ഞെ, കരഞ്ഞത് മതി, നിലവിളിച്ചത് മതി, സങ്കടപ്പെട്ടത് മതി. എന്റെ സന്നദ്ധിയിലിരുന്ന് കരഞ്ഞ നിന്നെ, എന്റെ സന്നദ്ധിയിലിരുന്ന് നിലവിളിച്ച നിന്നെ വെറും കൈയോടെ ഞാൻ മടക്കി വിടത്തില്ല, വെറുതെ ഞാൻ നിന്നെ പറഞ്ഞു വിടത്തില്ല. ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ച വിഷയം, നീ നിലവിളിച്ച വിഷയം ഒരു ദൈവിക കരുതലുകൾ പോലെ. താങ്ക് യു ജീസസ്. വായികളെ തുറന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രിയിൽ എന്നോട് ഇങ്ങനെയാ പറയുന്നത്. ചില കുടുംബ വിഷയത്തിന്റെ അകത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ചിലതുണ്ട്. വേദനിപ്പിക്കുന്ന വിഷയങ്ങളുമായി ആരോടും അന്യോന്യം പറയുവാൻ പോലും കഴിയാതെ ആലയത്തിന്റെ അകത്ത് ഏങ്ങലടികൾ മാത്രം നനച്ചുകൊണ്ട് നേരം വെളുപ്പിക്കുന്ന ഈ അവസ്ഥകൾ കടന്നു വരുമ്പോൾ ഇന്ന് രാത്രി വചനത്തിലൂടെ സന്ദേശം പരിശുദ്ധാത്മാവ് പറയുന്നു, കുഞ്ഞെ, നിന്റെ വിഷയം ഞാൻ ഏറ്റെടുക്കുവാൻ പോകുകയാ. നിന്റെ കുടുംബത്തിന്റെ വിഷയം യേശു ഏറ്റെടുക്കുവാൻ പോകുകയാ. ചില കുടുംബ വിഷയത്തിന്റെ അകത്ത്, ചില വ്യക്തിപരമായ വിഷയത്തിന്റെ അകത്ത്, ചില കരഞ്ഞ വിഷയത്തിന്റെ നടുവില് പരിശുദ്ധാത്മാവ് നേരിട്ട് ഇടപെടുവാൻ പോകുകയാ. യേശുവിന്റെ ശബ്ദം നേരിട്ട് ഇറങ്ങി വരുവാൻ ആമേൻ പോകുകയാ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? നീ പ്രാർത്ഥിച്ച് തീരുന്നതിന് മുൻപ്, നീ ആമേൻ പറഞ്ഞ് തീരുന്നതിന് മുൻപ് നിന്റെ വിഷയത്തെ യേശു ഏറ്റെടുക്കാൻ പോകുന്നു. അതാ ദൈവിക കരുതൽ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണമേ. ആമേൻ. പത്രോസ്ലീഹ ഈ ഭാഗം എഴുതുമ്പോൾ എനിക്ക് സുവിശേഷം വരെ ഒന്ന് പോകണം, വായിക്കണ്ട, അതവിടെ നിർത്തി ആ ഭാഗം മാത്രം നിങ്ങളുടെ മുൻപിൽ വിസ്തരിച്ച് വേഗത്തിൽ ആമേൻ എൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് വിട പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ആമേൻ. യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും ആമേൻ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ വിവിധ ഇടങ്ങളിലും ദേശങ്ങളിലുമെല്ലാം സഞ്ചരിച്ച് വിവിധ പട്ടണങ്ങളിലൂടെ കടന്ന് കടലുകളും പടകുകളും കയറിയിറങ്ങി മലമടക്കുകളും പാറമടക്കുകളും ഇറങ്ങി പരസ്യമായ ശുശ്രൂഷകൾ നടത്തി വരുന്ന കാലയളവിൽ യേശുവും ശിഷ്യന്മാരും കടന്നു വന്ന് നിന്ന ആ സ്ഥലത്തിന്റെ പേരാണ് ഫിലിപ്പിന്റെ കൈസരി എന്ന് പറയുന്നത്. എത്ര പേർക്ക് ആ സ്ഥലത്തെക്കുറിച്ച് പരിചയമുണ്ട് തിരുവചനത്തിന്റെ അകത്ത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം. ഫിലിപ്പിന്റെ കൈസരിയുടെ അതിരോളം കടന്നു വരുമ്പോൾ ഇന്ന് വരെ കാണാത്തൊരു കാഴ്ച യേശുവും തന്റെ ശിഷ്യന്മാരും അവിടെ കാണുകയാ. എന്താ കാണുന്നതെന്നറിയാമോ? ആമേൻ. ഫിലിപ്പിന്റെ കൈസരിയുടെ അതിരിൽ
എതിരിൽ കടന്നു വരുമ്പോൾ ഫിലിപ്പിന്റെ കൈസരിയുടെ എതിരിൽ ആമേൻ ഉയർന്ന ഉച്ചസ്ഥായിലേക്ക് നിൽക്കുന്ന വലിയൊരു ബിംബമുണ്ട്. ആ ബിംബത്തിന്റെ ചുവട്ടിലേക്ക് കടന്നു വരുന്ന ആമേൻ ജനലക്ഷങ്ങളുണ്ടല്ലോ, ആ ബിംബത്തെ താണുവണങ്ങിക്കൊണ്ട്, ആ ബിംബത്തെ നമസ്കരിച്ചുകൊണ്ട്, സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഫിലിപ്പിന്റെ കൈസരയ്ക്കകത്തേക്ക് പ്രവേശിക്കുവാനുള്ള ആമേൻ പ്രവേശന അനുമതി ചോദിക്കുകയാ. എന്താ ചോദ്യമല്ലേ, എന്താ ആമേൻ അവർ പറയുന്നതെന്നല്ലേ? പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ആ പറച്ചിൽ ഇതാണ്: ഇത് ഞങ്ങളുടെ ദൈവമാണ്, ആമേൻ, ഇത് ഞങ്ങളുടെ കർത്താവാണ്, ഇത് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്, ഇത് ഞങ്ങളുടെ രക്ഷിതാവാണെന്ന് പറയുമ്പോൾ ഈ ബിംബത്തെ വണങ്ങി ഈ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ആമേൻ നിൽക്കുന്ന പടയാളികൾ അവർക്ക് കൈസരിക്കകത്തേക്ക് ആമേൻ പ്രവേശിക്കുവാനുള്ള അനുമതി ലഭ്യമാകും. അനുമതി ലഭ്യമാകുമ്പോൾ അവർ ആമേൻ ആ കവാടം തുറന്ന് കൈസരിക്കകത്തേക്ക് പ്രവേശിക്കും. ശ്രദ്ധിച്ചു കേൾക്കണം, ഈ നിൽക്കുന്ന ബിംബത്തിന്റെ പേരെന്താണെന്നറിയാമോ? ആമേൻ കൈസരിയെ അടക്കി വാഴുന്ന ഫിലിപ്പ് എന്ന് പറയുന്ന രാജാവിന്റെ ബിംബമാണ്. ഈ രാജാവിന്റെ ബിംബത്തെ വണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ കൈസരിക്കകത്തേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഇന്നും അതിനൊരു കുറവുമില്ലല്ലോ, ഇന്നും അതിനൊരു മാറ്റമില്ലല്ലോ. നമ്മൾ കടന്നു വരുന്ന വഴിത്താരകളിൽ എവിടെയൊക്കെയോ ആരെയൊക്കെയോ വണങ്ങിയെങ്കിൽ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ള ആമേൻ നിരവധി ചിന്തകളും നിരവധി ആമേൻ ആ പ്രത്യേകതകളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രിയിൽ അറിയണം, ഒരുവനെ പോലും വണങ്ങാതെ, ഒരുവനെ പോലും കുമ്പിടാതെ, ഒരുവന്റെ മുൻപിലും ആമേൻ നമ്മുടെ അഭിമാനം അടിയറവ് വെക്കാതെ, ഒരുവന്റെ മുന്നിലും ആരാധിക്കാതെ, ഉലകത്തെ സൃഷ്ടിച്ചവനെ മാത്രം ആരാധിപ്പാൻ നമ്മളെ തിരഞ്ഞെടുത്തതോർത്ത് ഞാൻ സ്തോത്രം പറയുകയാണ്. ഏതൊക്കെ ദേശാധിപതികൾ കൊടികുത്തി വാണാലും ആമേൻ പല്ലിളിച്ച് കുലുങ്ങിച്ചിരിക്കുന്ന കുടിയിരിപ്പിന്റെ കെട്ടുകൾ നിനക്കോ എനിക്കോ എതിരെ വാദഗതികൾ മുഴക്കിയാലും ഇന്ന് രാത്രിയിൽ അഭിമാന പുരസ്കാരം ഞാൻ പറയും. അതിന്റെ മുൻപിൽ അടിയറവ് പറയാതെ അതിനെ തച്ചു തകർക്കാൻ കഴിയുന്ന ഒരാത്മബലം ഈ ശരീരത്തിന്റെ അകത്ത് അവൻ എനിക്കും നിങ്ങൾക്കും പകർന്നു തന്നിട്ടുണ്ട്. ആമേൻ. ഒരു ദേശാധിപതിയുടെ മുൻപിലും നമ്മുടെ തല കുമ്പിടത്തില്ല, ഒരു ദേശാധിപതിയുടെ മുൻപിലും നമ്മുടെ കൈകൂപ്പത്തില്ല, ഒരു ദേശാധിപതിക്ക് വേണ്ടിയും അവൻ നമ്മുടെ ശബ്ദമുയരത്തില്ല, ഒരു ദേശാധിപതിയോടും നമ്മൾ അനുവാദം ചോദിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഉലകത്തെ അടക്കി ഭരിക്കാൻ ഉലകത്തിലേക്ക് പറഞ്ഞു വിട്ട ഒരുവന്റെ മക്കളാണ് നമ്മൾ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. നോക്ക്, ഈ ബിംബത്തെ വണങ്ങിക്കൊണ്ട്, ഫിലിപ്പിന്റെ ബിംബത്തെ വണങ്ങിക്കൊണ്ട് ആമേൻ ഈ ആളുകൾ ആമേൻ അകത്തേക്ക് പ്രവേശനം ലഭ്യമാകുമ്പോൾ അകത്തേക്ക് കടന്നു പോകുന്നു. യേശുവും ശിഷ്യന്മാരും കൂടി കടന്നു വന്ന് ഇതിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഇവർ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? ആമേൻ ഇങ്ങനെയുള്ള കാഴ്ചയും ഇങ്ങനെയുള്ള കേൾവിയും. യേശുവിന് വേണമെങ്കിൽ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കാമായിരുന്നു. വേണ്ടിയില്ലല്ലോ. ഞാനാ രക്ഷിതാവ് ഇല്ലേ? നിങ്ങളാരും മിണ്ടിയില്ല. ഞാൻ ചില സ്ഥലത്ത് പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു ഉണ്ടാക്കാത്ത വഴക്ക് നമ്മൾ ദൈവസഭയ്ക്കകത്ത് എന്തിനാ ഉണ്ടാക്കുന്നതെന്ന് അറിയാത്ത ഇല്ലേ? ചില കാര്യം പറയുമ്പോൾ യേശു ഉണ്ടാക്കാത്ത വഴക്ക് യേശുവിന് ഇല്ലാത്ത പ്രശ്നമാണ് നമുക്ക്. പിന്നെ അടിയായി പിടിയായി നീ പുറത്തിറങ്ങും, നിന്നെ ഞാൻ എന്ത് ചെയ്യാം? കാണിച്ചു തരാം. ലൈവാണല്ലോ അല്ലേ? അങ്ങ് പോട്ടെ. സ്തോത്രം. ഇതിൻ്റെ അകത്തും കുറ്റം പറയാൻ വന്നിരിക്കുന്നവരുണ്ടല്ലോ, അത് അങ്ങോട്ട് തന്നെ അങ്ങ് പോട്ടെ. ഞാൻ ഈ കേരളക്കരയിൽ തന്നെയുള്ള ആളാണ്. സ്തോത്രം. ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിന് വേണ്ടിയെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് ഇത് പിടിച്ചുകൊണ്ട്. അപ്പോൾ പിന്നെ അങ്ങനത്തെ വലിയ പേടിയൊന്നും പേടിച്ചിട്ട് കാര്യമില്ല. എവിടെ നോക്കിയാലും യേശുവിനില്ലാത്ത വഴക്കാണ് ദൈവസഭയ്ക്കകത്ത്. അടുത്തിരിക്കുന്നവനെ കണ്ടുകൂടാ. ഈ കഴിഞ്ഞ ദിവസം ഒരു താലന്ത് പരിശോധനയ്ക്ക് എന്നെ വിളിച്ചത് പ്രസംഗിക്കാൻ വിളിച്ചത്. ദൈവത്തെ ഓർത്ത് എന്നെ വിളിച്ചേക്കരുത്, ഞാൻ അത് തന്നെ ഇനിയും പ്രസംഗിക്കത്തുള്ളൂ. ഞാൻ യൂദായുടെ ലേഖനം 11-ാമത്തെ വാക്യം എടുത്തേ. 3 കൂട്ടരുണ്ട്. 1 കയ്യിൻ്റെ ആത്മാവുള്ളവർ, 2 കൂലി കൊതിച്ച ബിലയാമ, 3-ാമത്തത് കോരകിൻ്റെ മത്സരബുദ്ധികൾ. സ്തോത്രം. ഞാൻ അവിടെ പറഞ്ഞൊരൊറ്റ കാര്യമേ ഉള്ളൂ. വാക്യം മത്സരിക്കാനുള്ളതല്ല, വാക്യം പ്രമാണിക്കാനുള്ളതാണ്. കരമുയർത്തി സ്വോത്രം പറഞ്ഞാട്ടെ. ഇന്നത്തോടെ വിളി ഇവിടെയും തീർന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. വാക്യം മത്സരിക്കാനുള്ളതാണോ അച്ഛാ? അല്ല. വാക്യം എന്തിനുള്ളതാണ്? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം താലന്ത് പരിശോധനയാണെന്നും പറഞ്ഞിട്ട് അവരുടെ മനസ്സിൻ്റെ അകത്തേക്ക് കോമ്പറ്റീഷൻ മൈൻഡ് കുത്തിയും വെച്ച് എന്നിട്ട് അവിടെ ചെന്നിട്ട് യേശു വിടാത്ത മാർക്കാണ് പിള്ളേർക്ക് ഇട്ട് കൊടുക്കുന്നത്.
ഇവിടെ താലന്ത് പരിശോധിക്കാനുള്ളതല്ല, താലന്ത് എന്തിനുള്ളതാ? വിനിയോഗിക്കാനുള്ളതാ. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. കുറച്ച് പേരെങ്കിലും എൻ്റെ കൂടെ ഉണ്ട്, കുറെ കൈ താന്നിരിപ്പുണ്ട്, അതെനിക്ക് മനസ്സിലായി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. താലന്ത് വിനിയോഗിക്കാനുള്ളതാ കഴിച്ചാ, ശരിയല്ലേ? താലന്ത് പരിശോധിക്കാനുള്ളതാ. വലിയ വെണ്ടക്കാശെടുത്ത് താലന്ത്, അന്നത്തോടെ താലന്ത് പരിശോധന മലബാറിൽ തീർന്നു എന്തായാലും. സ്തോത്രം. പ്രസംഗിക്കണോ വെച്ചാൽ അങ്ങനെ. താലന്ത് പരിശോധിക്കാനുള്ളതല്ല, താലന്ത് വിനിയോഗിക്കാനുള്ളതാ. എന്നിട്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിലോട്ട് ഈ കോമ്പറ്റീഷൻ മൈൻഡ് എന്ത് ചെയ്യുക? ഇൻജക്റ്റ് ചെയ്തത്. എടാ അപ്പുറത്തെ അവർ നമ്മുടെ സെക്ഷനിലും നമ്മുടെ സെൻറ്ററിലും ഉള്ളവരാണ്, എന്നാലും ആ സഭ നമ്മുടെ ആണെങ്കിൽ പോലും നമ്മൾ അവരെ എന്ത് ചെയ്യണം? തോപ്പിക്കണം. എവറോളിംഗ് ട്രോഫി നമ്മുടെ സഭയിൽ എന്ത് ചെയ്യണം? നിങ്ങൾ മിണ്ടുന്നില്ല, എന്തുകൊണ്ട്? പിണക്കമുണ്ടോ നിങ്ങൾക്ക് എന്നോട്? താലന്ത് പരിശോധന ഉണ്ടോ? രക്ഷപ്പെട്ടെ. ഇല്ലെന്നൊക്കെ തല കാണിക്കുന്നുണ്ട്. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇല്ലാത്തൊരു സഭ കണ്ടതിനായി സ്തോത്രം. എവറോളിംഗ് ട്രോഫി നമുക്ക് എന്ത് ചെയ്യണം? അവർ തോപ്പിക്കണം. കുഞ്ഞുങ്ങൾ ചെല്ലുന്നത് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനൊന്നും അല്ല ചാ, അവർ ചെല്ലുന്നത് അപ്പുറത്തവനെ തോപ്പിക്കാൻ വേണ്ടിയാ. എന്താ നിങ്ങൾക്ക് പേടിയുണ്ടോ? ഈ ലൈവ് പോയെന്നൊന്നും പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ശരിയാണോ അച്ഛാ? കുഞ്ഞുങ്ങൾ പ്രകടിപ്പിക്കുന്ന ഇവിടെ മക്കളുണ്ട്. ഇവരെ താലന്ത് പരിശോധനയ്ക്ക് വിട്ടാൽ ഈ മോള് പാടുവാണെന്നിരിക്കട്ടെ, ആ മോള് പാടിക്കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന മോളെ തോപ്പിക്കാൻ വേണ്ടിയാ പാടുന്നത്. എന്നാ ആ കുഞ്ഞ് വിചാരിക്കട്ടെ, എന്നെക്കാളും നല്ലോണം പാടി, എന്നാൽ ഫസ്റ്റ് ഞാൻ അവൾക്ക് വിട്ടുകൊടുത്തേക്കാം. കൊടുക്കുവോ? നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. നിങ്ങളെന്തോ HDFC ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്തിട്ട് വന്നിരിക്കുന്നു. കരമുയർത്ത് നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്നേ. ദൈവത്തിനും ഇങ്ങനെ ശുശ്രൂഷിക്കണ്ടേ. സ്തോത്രം. ഈ കുറേ കിടന്ന് ചാടിയും മറിഞ്ഞും അതും ഇതും പറഞ്ഞിട്ട് വേട്ടാവളിയൻ്റെ സ്വഭാവം കാണിക്കുന്നവനെ ഒന്നും സഭയ്ക്കകത്ത് കയറ്റിയേക്കരുത്. കരമുയർത്ത് സ്തോത്രം പറഞ്ഞ സ്തോത്രം. ഞാൻ പറയും, ഈ കൃപയുള്ളവനെ കണ്ടാൽ അറിയാം, അവൻ്റെ വരവ് കണ്ടാൽ അറിയാം, അവൻ്റെ നടപ്പ്. യഹൂദനെ കണ്ടാൽ എന്ത് ചെയ്യുക? യഹൂദൻ്റെ നടപ്പ് കണ്ടാൽ. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ തലമുറകളെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. കടൽക്കരയിലെ മണൽത്തരികൾ പോലെ നിന്നെ എന്ത് ചെയ്യും? അപ്പം അത് പറയാനുള്ളത് കടൽക്കരയിലെ മണൽത്തരികളെ ഉപമിച്ചിരിക്കുന്ന യഹൂദനോടാണ്. എന്താണെന്ന് പറയുക? അവരകത്ത് പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴും ഇവരെന്ത് ചെയ്യും? ശുദ്ധീകരിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെയാ. അപ്പം യഹൂദനെ കണ്ടാൽ എന്ത് ചെയ്യുക? പെന്തക്കോസ്തുകാരെ കണ്ടാൽ നമുക്കറിയണം, പ്രാർത്ഥിക്കുന്നവരെ കണ്ടാൽ അറിയണം. ചുമ്മാ വെളിവില്ലാത്തവനെയും വിവരമില്ലാത്തവനെയും ഒന്നും പിടിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്നേക്കരുത്. ദൈവത്തെ ഓർത്ത് ആള് പറഞ്ഞു ആമേൻ. കൃപയും അതിൻ്റെ ദൈവസ്നേഹവും ദൈവത്തിൻ്റെ ആഴമൊക്കെ അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? അയ്യോ സ്തോത്രം. പാസ്റ്റേ വചന ശുശ്രൂഷയ്ക്കാണ് വിളിച്ച് ഞങ്ങൾ ഉപദേശിച്ചിട്ടേ പോകത്തുള്ളൂ. ഞാൻ കരമുയർത്തി സ്തോത്രം പറഞ്ഞു. അച്ഛാ, നമുക്ക് ഇവിടുത്തെ വാസമല്ലല്ലോ. നമുക്ക് എങ്ങോട്ട് പോകേണ്ടവരാ? വയനാടിനും സ്വർഗത്തിൽ പോകേണ്ടവരാണ്. സ്തോത്രം. നമുക്ക് എവിടെ പോകേണ്ടവരാ? സ്വർഗത്തിൽ പോകേണ്ട നമ്മൾ വെല്ലവനെയും വിളിച്ച് ഇവിടെ കയറ്റി, അല്ലെ വെല്ലവനെയും വിളിച്ച് എവിടെയെങ്കിലും പ്രസംഗിപ്പിച്ചിട്ട് അവനും പോകത്തില്ല, പിന്നെ നമ്മളെയും അവൻ കൊണ്ടുപോകത്തില്ല. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. യേശു ഉണ്ടാക്കാത്ത വഴക്കാ നമ്മുടെ സഭയ്ക്കകത്ത്. ഞാൻ ഒരു കാര്യം കൂടി പറയും. യേശുവിനില്ലാത്ത നിയമമാണ് നമ്മുടെ സഭയിൽ. പാപിനിയായ സ്ത്രീയെ പിടിച്ചോണ്ട് വന്നു, വ്യഭിചാരം ചെയ്ത് തെളിവോട് കൂടിയിട്ടാണ് പിടിച്ചോണ്ട് വന്നത്. അതേ വേഷത്തിൽ അവളെ പിടിച്ചോണ്ട് വരുന്നത്. മുന്നിൽ കൊണ്ട് നിർത്തി യേശുവിനോട് പറഞ്ഞ്, ന്യായപ്രമാണ പ്രകാരം ഇവിടെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞു കൊല്ലണം. നമ്മുടെ അവിടെ എങ്ങാനും ആയിരുന്നെങ്കിൽ സ്തോത്രം, അന്ന് സഭ 3 ആയേനെ. ഇന്ന് പിന്നെ സഭയ്ക്ക് ഇടാൻ പേരില്ലാത്തത് രക്ഷപ്പെട്ട് തുടങ്ങി ഇപ്പം ആയെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ റീച്ച്? അങ്ങനെയൊക്കെ ആയി. സ്തോത്രം. ഇപ്പോൾ ഉള്ള സഭയുടെ പേര് വരെ വായിൽ എന്ത് ചെയ്യത്തില്ല, കൊള്ളത്തില്ല. ചിലതൊക്കെ പേര് പറയാൻ തന്നെ പേടിയാച്ചാ. ചില സമയം ഞങ്ങൾ ഇന്ന സഭയിൽ എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ തന്നെ അറിയാണ്ട് അക്ഷരം മാറിപ്പോയ ലൈവൊക്കെ അല്ലേ പോകുന്നത്. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച്, യേശു ഉണ്ടാക്കാത്ത വഴക്കാ ദൈവസഭയ്ക്കകത്ത്. യേശുവിനില്ലാത്ത നിയമമാ നമ്മുടെ ദൈവസഭയ്ക്കകത്തുള്ളത്. കളർ കൂടിയവനെ കണ്ടുകൂടാ, കളർ കുറഞ്ഞവനെ കണ്ടുകൂടാ. കളറുള്ളവർക്കൊരു സ്വർഗം, കളറില്ലാത്തവർക്ക് മറ്റൊരു സ്വർഗം. ഇതിൻ്റെ രണ്ടിലും ഇടയ്ക്ക് നിൽക്കുന്നവർക്ക് വേറൊരു മിഡില്. കാരണം പൗലോസ് 3-ാം സ്വർഗത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സ്വർഗം 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. ഇതുപോലൊരു ഗതികേട്. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തരായിരിക്കണം. യഹൂദര് അവരൊരു വ്യത്യസ്തരാ. അവരെ നമ്മുടെ കൂടെ കൂട്ടാനായിട്ട് പറ്റത്തില്ല.
സ്തോത്രം. നമ്മുടെ സ്വഭാവവും അവരുടെ സ്വഭാവവും എന്ത് ചെയ്യത്തില്ല. നമ്മൾ ഇതൊക്കെ ചുമന്ന് കഷത്തും വെച്ചോണ്ടൊക്കെയാണ് വരുന്നത്. നമുക്ക് ഇത് വെക്കാനുള്ള സ്ഥലമാണ്, അവിടെ ഇരുന്നോളൂല്ലോ, ഒന്നും പേടിക്കണം. തലമുടി ചെയ്യാനാണെങ്കിലും മൊബൈൽ നോക്കാനാണെങ്കിലും ഈ സാധനം അവിടെ എന്ത് ചെയ്തോളൂ, ഇരുന്നോളൂ. ബൈബിള് നമുക്ക് ബൈബിള് വെക്കാനുള്ള സ്ഥലമാണ് ഇത് രണ്ടും, തലമുടി ചെയ്യാനും. അപ്പൊ യേശുവിനില്ലാത്ത നിയമമാണ് നമ്മുടെ സഭയ്ക്കകത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു അവിടെ നിന്ന് വഴക്കുണ്ടാക്കിയോ? ഇല്ല. യേശു അവിടെ നിന്ന് അവൻ തൻ്റെ ശിഷ്യന്മാരോട് തിരിഞ്ഞൊരു ചോദ്യം ചോദിക്കുക. അല്ലയോ ശിഷ്യവൃന്ദങ്ങളെ, ഈ ജനം ഫിലിപ്പിനെ വണങ്ങി, ഈ ബിംബത്തെ വണങ്ങി അകത്തോട്ട് പോകുന്നു. എൻ്റെ ഒരു ചോദ്യം നിങ്ങളോട്, ഈ ജനം എന്നെ ആരെന്ന് പറയുന്നു? കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ജനം എന്നെ ആരെന്ന് പറയുന്നു? ഈ ചോദ്യം കേട്ട് 4 മറുപടി. 1, നീ പ്രവാചകൻ. 2, നീ ഇരമ്യാ പ്രവാചകൻ. 3, നീ ഏലിയാവ്. 4, നീ യോഹന്നാൻ സ്നാപകൻ. അപ്പം ഇന്നും അതിന് മാറ്റമൊന്നും ഇല്ലെന്നുള്ളതാ. യേശുവിനെ വ്യത്യസ്തമായ വിവിധ കോണുകളിൽ നിന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നും യേശു ഒരു കുട്ടി ദൈവമാണ്. യേശു ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാ. യേശു ഒരു പ്രവാചകനാ, പ്രജാപതിയാ. യേശു പല നിലവാരത്തിൽ പല കോണുകളിൽ നിന്ന് യേശുവിനെ ഇന്നും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ. കുറ്റം പറയാനില്ല. ശിഷ്യന്മാര് വരെ പറഞ്ഞു 4 തരത്തിൽ, 4 വ്യക്തിത്വങ്ങളെ, 4 പേരുടെ പേര് പരാമർശിച്ചപ്പം യേശു അതിൻ്റെ അകത്തൊന്ന് കുളിരടിച്ച് നിന്നൊന്നുമില്ല. ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിലെ വാക്ക് പറയാം. യേശുവിനൊരു സുഖമൊക്കെ വന്നാ കൊള്ളാം കേട്ടോ, എന്നെ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുത്തി നല്ല ആളെ അമേൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നും അല്ലെങ്കിൽ യൂദയുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഇന്നയാളുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ, നമ്മുടെ പേരൊന്നും എന്തായാലും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ യേശുവിനെ അവൻ അവിടെ പരിചയപ്പെടുത്തി അവർ പറഞ്ഞു കൊടുത്ത 4 പേരുകൾ. എന്താ പേര്? 1 യോഹന്നാൻ സ്നാപകൻ, 2 ഏലിയാവ്, 3 ഇരമ്യാവ്, 4 പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഈ 4 പേരുടെ പേര് പറഞ്ഞപ്പോ യേശു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിട്ടൊന്നുമില്ല. മറിച്ച് യേശുവിന്റെ അടുത്ത ചോദ്യമാണ് എന്നെ അവൻ സന്തോഷിപ്പിച്ചത്. ഇന്ന് രാത്രിയിലും കരുതൽ നിനക്ക് വേണോ? ഈ യേശു ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്ക്. ഇന്ന് രാത്രി കരുതൽ ദൈവസഭയ്ക്ക് ആവശ്യമാണോ? ഈ ചോദിച്ച ചോദ്യത്തിന് യേശുവിന് മറുപടി കൊടുക്ക്. യേശു ചോദിച്ചൊരു ചോദ്യമാണ്. എനിക്ക് അവര് പറയുന്നത് കേൾക്കണ്ട, ഇവര് പറയുന്നത് എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ അവൻ യേശുവിന്റെ ചോദ്യം ശ്രദ്ധിച്ചോ? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? എന്റെ യേശുവിന്റെ ചോദ്യം വളരെ വ്യത്യസ്തമാണ് അല്ലേ? യേശുവിന്റെ ചോദ്യമൊക്കെ, യേശുവിന്റെ മറുപടിയൊക്കെ വളരെ വ്യത്യസ്തമാണ്. യേശു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, യേശു നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുക. യേശു ഇവർ ചോദിച്ചെന്നൊന്നും അവിടെ കിടന്നിട്ട്, പോടാ നീ ചുമ്മാ ആവശ്യമില്ലാത്ത ഈ പെങ്കൊച്ചിനെ ചുമ്മാ ദൂതും പറയണ്ട, ഒരു തെറ്റ് പറ്റിപ്പോയതല്ലേ, അത് ക്ഷമിച്ചുകൂടെ? യേശു അതിനൊന്നും അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയോ? യേശു അവിടെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നിട്ട് യേശു പറഞ്ഞു, ആ കുനിഞ്ഞിരുന്ന ഇരിപ്പിൽ തന്നെ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവിടെ എന്ത് ചെയ്യട്ടെ? കല്ലെറിയട്ടെ. ഒരു ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്ന, കല്ല് വീഴുന്ന ഒച്ച മാത്രമേ കേട്ടുള്ളൂ, പിന്നെ ഉപ്പുവിറ്റ് നിലകുന്നലെ അടിക്കുന്ന ഓട്ടോ അമ്മമാർ ഓടിയെന്നാ പറഞ്ഞു. സ്തോത്രം. അപ്പൊ യേശുവിന്റെ മറുപടി വളരെ വ്യത്യസ്തമാണ്. ഇനി യേശുവിന്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യൻ നിലവിളിക്കുക. എന്താ നിലവിളിക്കുന്നത്? ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണം. ഇതെല്ലാം കേട്ട് യേശു അവിടെ എന്ത് ചെയ്തു? എന്നിട്ട് യേശു തിരിഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നമ്മൾ വല്ലതാണ് അന്നേ ആ പരിപാടി നടത്തിയാണ്. കണ്ണ് കാണാതെ ഇരുന്നിട്ടായി വിളിച്ചത്. അപ്പൊ യേശു തിരിഞ്ഞിട്ട് അവരോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത്? സ്തോത്രം. കണ്ണ് കാണാത്തവനും ഊമനും അല്ലെങ്കിൽ മുടന്തനുമായവനൊക്കെ യേശുവിന്റെ അരികിൽ വന്നു കഴിഞ്ഞപ്പം യേശു അവനോട് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോന്ന്? പിന്നെ നമ്മൾ എന്തിനാച്ചാ വന്നേ? മിണ്ടുന്നില്ലല്ലോ. ഇവിടെ വന്നിട്ട് യേശു ഇന്ന് രാത്രി ചോദിക്കുകയാണ്, 2025 24-ന്റെ 25-ാമത്തെ ദിവസം 12-ാമത്തെ മാസത്തിൽ നിങ്ങൾ ഇവിടെ കടന്നു വന്നത്, നിങ്ങൾക്ക് കരുതൽ ആവശ്യമുണ്ടോ എന്നെങ്ങാനും യേശുവിനോട് ചോദിച്ചാൽ പിന്നെ യേശു ഇതിൻ്റെ അകത്ത് വരാത്ത രീതിയിൽ ഇവിടെ ഒച്ചപ്പാട് നടക്കും. യേശുവേ, ഞങ്ങൾ അതിനാ ഇവിടെ വന്നേ,
ഈ കരുതലൊന്നും അനുഭവിക്കാനാ വന്ന, പിന്നെ അത് യേശുവിന് അറിയത്തില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു, യേശുവിൻ്റെ ചോദ്യവും യേശുവിൻ്റെ ഉത്തരവും യേശു കൊടുക്കുന്ന മറുപടികളെല്ലാം വ്യത്യസ്തമാണ്. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? അതേ വ്യത്യസ്തത നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. നമ്മൾ ലോകക്കാര് സംസാരിക്കുന്നത് പോലെ വെറുതെ സംസാരിക്കാൻ പാടില്ല. ലോകക്കാർ ഇടപെടുന്നത് പോലെ നമുക്ക് ഇടപെടാൻ കഴിയത്തില്ല. ലോകത്തിന്റെ നിയമം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ചുമ്മാ കയറി ഇറങ്ങി നടക്കാൻ നമുക്ക് അനുവാദമില്ല. ആമേൻ. വായിൽ തോന്നുന്നതെല്ലാം പറഞ്ഞിട്ട് ഇതിന്റെ അകത്ത് വന്നിരുന്ന് സ്തോത്രം പറയാൻ വചനം നമുക്ക് വ്യവസ്ഥ തന്നിട്ടില്ല. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്കൊരു വ്യവസ്ഥ സ്വർഗം തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിനൊരു വ്യവസ്ഥ ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ നടപ്പിനൊരു വ്യവസ്ഥ ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ സംസാരത്തിനൊരു വ്യവസ്ഥ ദൈവം തന്നിട്ടുണ്ട്. വ്യവസ്ഥ തെറ്റിയുള്ള ജീവിതമോ സംസാരമോ ഇടപാടുകളോ സ്വർഗം അംഗീകരിക്കത്തില്ല. അതെത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി ദൈവസഭയോട് ഞാൻ ബുദ്ധി ഉപദേശിക്കുന്നു. വചനം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥക്കകത്ത് ദൈവമക്കൾ ജീവിക്കട്ടെ. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ യേശുവിന്റെ ചോദ്യവും ഉത്തരവും എല്ലാം വളരെ വ്യത്യസ്തമാണ്. യേശു ചോദിച്ചൊരു ചോദ്യം ശിഷ്യന്മാരോട്, നിങ്ങൾ എന്നെ ആരെന്ന്? നേരത്തെ പറഞ്ഞ 4 അവന്മാർ വാ തുറന്നില്ല. എന്നെ ആവേശമായിരുന്നു പറയാൻ. വല്ലവരും പറയുന്നത് കേട്ടത് വന്ന് സാക്ഷ്യം പറയാനൊക്കെ ഭയങ്കര മിടുക്കാം നമുക്ക്. പക്ഷെ നമുക്ക് വാ തുറന്നൊരു സാക്ഷ്യം പറയാൻ നമ്മുടെ കയ്യിൽ യേശു ആരാന്ന് ചോദിച്ചപ്പം എടാ കൂടെ നടന്നവന്മാർ പോലും വാ എന്ത് ചെയ്തിട്ടില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. തുറന്നില്ല. പത്രോസ് ഈ വാക്യത്തോടനുബന്ധിച്ചുള്ള വഴി തുറക്കുക. പത്രോസ് ഈ മൗനതയെ ഭേദിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് പത്രോസ് പറഞ്ഞു, യേശുവേ എനിക്കറിയാം നീ ആരാണെന്ന്. സ്തോത്രം പറഞ്ഞാട്ടെ. എനിക്കൊരു വെളിപ്പാട് കിട്ടിയിട്ടുണ്ട് നിന്നെക്കുറിച്ച്. സ്തോത്രം പറയാവോ? യേശുവിനോട് പറയുകയാ പത്രോസ്. മൗനതയെ ഭേദിച്ചുകൊണ്ട് പത്രോസ് വാ തുറന്നു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ പത്രോസിനോട് ചോദിക്കണം, പത്രോസേ ഈ വെളിപ്പാട് 11 പേരുടെ വായടച്ചു നിന്നപ്പോൾ, ആർക്കും പറയാനില്ലാതിരുന്നപ്പോൾ ഈ വെളിപ്പാട് നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അതിലെ ഇതിലെയും നടന്നത് കൊണ്ടോ, കണ്ട ആരാധനകൾക്ക് പോയത് കൊണ്ടോ, കാണുന്ന പള്ളിക്കകത്തു കയറിയത് കൊണ്ടോ, കാണുന്ന പാസ്റ്റർമാരെ വിളിച്ച് പ്രസംഗിപ്പിച്ചത് കൊണ്ടൊന്നും ഈ വെളിപ്പാട് കിട്ടണമെന്നില്ല. ഈ വെളിപ്പാട് കിട്ടണമെങ്കിൽ എന്റെ അപ്പനോടൊപ്പം നടന്നെങ്കിൽ മാത്രമേ, എന്റെ അപ്പന്റെ വ്യവസ്ഥക്കകത്തു നിന്നെങ്കിൽ മാത്രമേ, സ്വർഗത്തിന്റെ തണലിൽ ജീവിച്ചെങ്കിൽ മാത്രമേ, വിശുദ്ധിയോടും വേർപാടോടും കൂടി ദൈവാലയത്തിന്റെ അകത്ത് മുഴങ്കാലും അടക്കി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈ വെളിപ്പാട് ദൈവമക്കൾക്ക് സ്വർഗം കൈമാറത്തുള്ളൂ. കരമുയർത്തി സ്തോത്രം പറയണം. അല്ലെങ്കിൽ കാണുന്ന വഴിക്കൊക്കെ നടന്നിട്ട് വന്ന് കിട്ടിയ വെളിപ്പാടല്ല. അതിന് വെളിപ്പാടെന്നല്ല പറയുന്നത്. ആ പദം ഞാൻ ഇന്ന് രാത്രിയിൽ ഉപയോഗിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? പലതും വെളിപ്പാടിന് പകരം കുറച്ച് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവസഭയോട് ഞാൻ പറയാം, വെളിപാട് പറയാൻ നിൽക്കണ്ട, വെളിവുകേട് പറയാൻ നിൽക്കണ്ട. വെളിപ്പാട് അപ്പന്റെ ഒപ്പം ഇരുന്ന്, അപ്പന്റെ ഒപ്പം സഞ്ചരിച്ച്, അപ്പന്റെ ഒപ്പം യാത്ര ചെയ്ത്, അപ്പനോട് സംസാരിച്ച്, അപ്പന്റെ ശരീരത്തിൽ തൊട്ട് അപ്പനോട് പ്രാർത്ഥിച്ച് നടക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വചനം പറയുന്നു, സ്വർഗം ഒരു വെളിപ്പാട് കൊടുക്കുന്നുണ്ട്. ആമേൻ. അത് ലോകം കൊടുക്കുന്ന വെളിപ്പാടല്ല, ലോകക്കാര് പറയുന്ന വെളിപ്പാടല്ല, ഒരു പ്രവാചകന്റെ വെളിപ്പാടല്ല, ഒരു പാസ്റ്ററിന്റെ വെളിപ്പാടല്ല. മറിച്ച് വചനം പറയുന്നു, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ വെളിപ്പാട്, സ്വർഗസ്ഥനായ പിതാവിന്റെ വെളിപ്പാട് ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി സ്വർഗം കരുതുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരവും ശബ്ദവും ഉയർത്തി ഹല്ലേലൂയ പറയട്ടെ. സ്തോത്രം. പത്രോസിനോടൊന്ന് ചോദിച്ചേ. ആ ഭാഗം അങ്ങ് പറഞ്ഞ് വേഗത്തിൽ വിട്ട് എൻ്റെ സന്ദേശത്തിലേക്ക് മടങ്ങുമെന്ന് പ്രാർത്ഥിക്കാൻ പോകുക. പത്രോസിനോടൊന്ന് ചോദിച്ചേ, പത്രോസേ ഈ വെളിപ്പാട് എവിടെ നിന്നാ കിട്ടിയതെന്ന്. പത്രോസിന് ഒറ്റ വാക്കേ പറയാനുള്ളൂ, ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ നടന്നത് കൊണ്ടാണ് എനിക്ക് വെളിപ്പാട് കിട്ടിയത്.
സ്തോത്രം. ഇന്ന് പലരും യേശുവിനെ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ യേശു ആരാന്നുള്ള വെളിപ്പാട് ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല. വർഷാവർഷം പെയിന്റ് പഠിച്ച്, വർഷാവർഷം കളർ പഠിച്ച്, അമ്മയ്ക്കും കുഞ്ഞിനും എല്ലാം കളർ മാറി മാറി എന്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് എന്ത് ചെയ്തിട്ടില്ല. പക്ഷെ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾ ഇതിൻ്റെ അകത്തുള്ളതോർത്ത് ഞാൻ സ്തോത്രം പറയുകയാ. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇന്ന് രാത്രിയിൽ കയറിയത്. ആമേൻ. ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കൂടി വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് സ്വർഗം നമുക്ക് കൈമാറിയത് കൊണ്ട്. കരവും ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവത്രേ. ആ വെളിപ്പാട് പ്രാപിച്ച പത്രോസ് ഇനി അടുത്ത പദം യേശുവിൽ നിന്ന് പ്രാപിക്കുന്നത് എന്താണെന്നറിയാമോ? പത്രോസിനോട് യേശു പറയുകയാ, പത്രോസേ, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ലോകമല്ല. ആ പദം ഞാൻ അങ്ങനെ കൊണ്ടുവരാം, ശ്രദ്ധിച്ചു കേട്ടെ. ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ലോകമല്ല. എന്താ കാരണം? അവിടെ എഴുതി വെച്ചിരിക്കുന്നത് രണ്ട് പദമാണ്. ചില ട്രാൻസ്ലേഷനിൽ അങ്ങനെയുണ്ട്. ആമേൻ. എഴുതിയിരിക്കുന്ന പദം എങ്ങനെയാണ്? ഇത് വെളിപ്പെടുത്തിയത് മാംസരക്തങ്ങളല്ല. കരമുയർത്തി സ്തോത്രം പറയണേ. അപ്പോൾ വേറൊരു ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല. അപ്പൊ ജഡരക്തങ്ങൾ വെളിപ്പെടുത്താത്തത്, ജഡരക്തങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നത്, ജഡരക്തങ്ങൾക്ക് പറയാൻ കഴിയാത്തത്, ജഡരക്തങ്ങൾ ആമേൻ സംസാരിക്കാത്തത് ഇന്ന് രാത്രിയിൽ അറിയണം. അത് സ്വർഗത്തിന് മാത്രമേ കൈമാറാൻ കഴിയത്തുള്ളൂ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയില് നമുക്ക് വെളിപ്പെടുത്തുന്നത് ജഡരക്തങ്ങളാകരുത്, നമുക്ക് വെളിപ്പെടുത്തുന്നത് മാംസരക്തങ്ങളാകരുത്. ഒരു പ്രവാചകന്റെ വെളിപ്പാടിനേക്കാളും കൂടുതൽ, ഒരു പ്രവചന ശബ്ദത്തെക്കാളും കൂടുതൽ ഇന്ന് രാത്രിയും നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത്, നീ ഇരിക്കുന്ന ആലയത്തിന്റെ അകത്ത്, നിന്റെ ഭവനത്തിന്റെ അകത്ത് സ്വർഗത്തിലെ ദൈവം നിനക്ക് നേരിട്ട് വെളിപ്പെടുത്തുന്ന ചില വെളിപ്പാടിന്റെ സന്ദേശങ്ങൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ, ആലയത്തെ കുറിച്ചുള്ള വെളിപ്പാടുകൾ, ദൈവസഭയെ കുറിച്ചുള്ള വെളിപ്പാടുകൾ, ദേശത്തെ കുറിച്ചുള്ള വെളിപ്പാടുകൾ, നിന്റെ കുടുംബങ്ങളെ കുറിച്ചും കുഞ്ഞുങ്ങളെ കുറിച്ചുമുള്ള വെളിപ്പാടുകൾ സ്വർഗം നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഈ ദിവസങ്ങളിൽ കൈമാറട്ടെ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? 2024 അവസാനത്തെ ആഴ്ച ഞങ്ങൾ കടന്നു വരുമ്പോൾ സ്വർഗമേ, 24 അവസാനത്തിൽ ചില വെളിപ്പാടുകൾ ഞങ്ങളുടെ ദൈവസഭയ്ക്കകത്ത് കടന്നു വരട്ടെ. ചില വെളിപ്പാടുകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് സ്വർഗം ഞങ്ങളുടെ ദൈവസഭയ്ക്കകത്ത് കൈമാറട്ടെ. ദേശത്തെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ദൈവസഭയ്ക്കകത്ത് സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി കൈമാറട്ടെ. സ്തോത്രം. പത്രോസിനോട് ചോദിച്ചു, പത്രോസ് നിനക്ക് ഈ വെളിപ്പാട് എവിടെ നിന്നാ കിട്ടിയേ? അപ്പന്റെ ഒപ്പം നടന്നത് കൊണ്ട് കിട്ടിയതാ. സ്വർഗം പറഞ്ഞു, കുഞ്ഞേ, ഈ വെളിപ്പാട് നീ എന്റെ ഒപ്പം നടന്നത് കൊണ്ട് കിട്ടിയതാ. പക്ഷെ ഇന്ന് രാത്രിയിൽ അറിയണം, ഇത് മാംസരക്തങ്ങളല്ല നിനക്ക് പറഞ്ഞു തന്നത്, ഈ ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. ഒറ്റ ഭാഗം കൂടി പറയാണ്ട് പോയാ അത് വലിയൊരു കുറവായി മാറും. ശ്രദ്ധിച്ചു കേൾക്കണം. യേശു കർത്താവ് പറഞ്ഞു, യേശുവമ്പരാൻ പറഞ്ഞു എന്താണെന്നറിയാമോ? ജഡരക്തങ്ങളല്ല ഇത് നിനക്ക്. അപ്പോൾ എൻ്റെ ചോദ്യം, അജയൻ പാസ്റ്റേ, ജഡരക്തങ്ങളും ചിലത് എന്ത് ചെയ്യും? അയ്യോ, നിങ്ങൾ മിണ്ടുന്നില്ല. ജഡരക്തങ്ങളും ചിലത് എന്ത് ചെയ്യും? പ്രവചിക്കും. അതല്ലേ അച്ഛ എൻ്റെ ആശയം? ഇല്ല അച്ഛ, സ്വത്രം. ജഡരക്തങ്ങളും ചിലത് എന്ത് ചെയ്യും? പ്രവചിക്കും. അത് കേട്ടാൽ നമുക്കറിയാം. ഈ ജഡരക്തങ്ങൾ പ്രവചിക്കുമ്പോൾ മനസ്സിലാകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഈ ജഡരക്തങ്ങൾ പ്രവചിച്ച് വരുമ്പോൾ നമുക്കറിയാം, അക്ഷരം പെറുക്കി പെറുക്കി വിക്കി എന്ത് ചെയ്യത്തുള്ളൂ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ, വഴക്കുണ്ടാക്കാതിരിക്കുവാണ്. കരമുയർത്ത് സ്വത്രം പറഞ്ഞാട്ടെ. അക്ഷരങ്ങൾ പെറുക്കി പെറുക്കി എന്ത് ചെയ്യും? പോരും. കാരണം അങ്ങനെ പെറുക്കി പെറുക്കി വന്നാലേ പ്രവചനം വരത്തുള്ളൂ. സ്വത്രം പറഞ്ഞില്ല. പക്ഷേ സ്വർഗം നൽകുന്ന വെളിപ്പാടും പ്രവചനത്തിനും വിക്കലിന്റെ ആവശ്യമില്ല. അത് കൃത്യമായിട്ട് പോരും. ശോശാമയാണെങ്കിൽ ശോ വന്നിട്ട് പിന്നെ ശ വരത്തില്ല. കൃത്യം ശോശാമ തന്നെ എന്ത് ചെയ്യും? സജിയെ കണ്ടുപിടിക്കാൻ സ ആയിട്ടൊരു 10 പ്രാവശ്യം നടന്നാലേ ചിലതിന് എന്ത് ചെയ്യത്തുള്ളൂ? സജിയെ പിടികിട്ടത്തുള്ളൂ.
ഇത് തമ്പുരാന് കൈമാറുന്ന പ്രവചനത്തിന് സായി തുടങ്ങിയാൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടേ തമ്പുരാൻ വിടത്തുള്ളൂ. സ്വതന്ത്രം പറഞ്ഞില്ല. അപ്പൊ സ്വർഗം പറയുന്നത് അങ്ങനെയുള്ളതിന്റെ പുറകെ പോകരുത്. അത് പ്രവചനത്തിന്റെ ഗണത്തിൽ പെടുത്താൻ കഴിയത്തില്ല. സ്വതന്ത്രം പറഞ്ഞു. സ്വോത്രത്തിൻ്റെയൊക്കെ ശബ്ദം അങ്ങ് കുറഞ്ഞ് കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ എവിടെയൊക്കെയോ അങ്ങോട്ട് കൊള്ളുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ജഡരക്തങ്ങളല്ല പത്രോസേ നിനക്കിത് പറഞ്ഞത്. ഇത് പറഞ്ഞത് സ്വർഗസ്ഥനായ ദൈവമാ, എന്റെ പിതാവാ നിനക്ക് വെളിപ്പെടുത്തിയത്. ആ ഭാഗത്ത് നിന്ന് വിട പറയുകയാണ്. എനിക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമുണ്ട്. അത് ദൈവസഭയ്ക്ക് വേണ്ടി കൈമാറി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സമയം അവസാനിക്കാറായല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചേ, പത്രോസിനോട് പറഞ്ഞു, പത്രോസെ സ്വർഗം ഇത് നിനക്ക് വെളിപ്പെടുത്തി. ജഡരക്തങ്ങൾ വെളിപ്പെടുത്താൻ സാധ്യതയുണ്ടായിരുന്നു പലതും. ജഡരക്തങ്ങളുടെ പുറകെ നിനക്ക് പോകാൻ സമയമുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും പുറകെ നീ പോകാതെ എന്റെ പുറകെ നീ നടന്നതുകൊണ്ട് സ്വർഗം നിനക്ക് ചിലത് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാൻ പോകുകയാ. ഇന്ന് രാത്രിയിൽ 2024 അവസാനത്തെ മാസം, അവസാനത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ സ്വർഗം ഈ ദൈവസഭയോട് പറയുന്നു, കുഞ്ഞേ, പ്രവചനങ്ങളുടെ പുറകെ നീ പോയി, പക്ഷേ അത് സ്വർഗം പ്രവചിച്ച പ്രവചനങ്ങളാണ്. ആമേൻ. മാനുഷിക പ്രവചനങ്ങളെ നീ ആമേൻ അതിന്റെ മുൻപിൽ വീഴാതെ സ്വർഗത്തിന്റെ പ്രവചനത്തിന്റെ ഒപ്പം നടന്നതുകൊണ്ട് PGM ചർച്ചിന് വേണ്ടി ഒരു ഗിഫ്റ്റ് ഞാൻ കൈമാറുകയാ. 2024 ഡിസംബർ മാസം 25-ാം തീയതി ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരുന്നു. ഞാൻ നിനക്കൊരു സമ്മാനം തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല, അത് ലോകക്കാർ തരുന്നത് പോലെയല്ല, അത് ജഡരക്തങ്ങൾ നൽകുന്നത് പോലെയല്ല, അത് മാംസരക്തങ്ങൾ തരുന്നത് പോലെയല്ല. മറിച്ച് ഞാൻ തരുന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് സ്വർഗരാജ്യത്തിന്റെ താക്കോലത്രേ. ഇന്നുവരെ ഒരു മനുഷ്യന്റെ കരത്തിൽ പോലും നൽകാത്ത, ഇന്നുവരെ ഒരു മനുഷ്യന്റെ കരത്തിലും ലഭ്യമാകാത്ത ഒരു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഇന്ന് രാത്രിയിൽ ചിലതിന്റെ കയ്യിൽ ഞാൻ കൈമാറുവാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ചില മിനിറ്റുകൾ ഈ ദൂതം ഏറ്റെടുത്താട്ടെ. എന്റെ കരത്തിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ സ്വർഗം കൈമാറട്ടെ. ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമാകുന്ന, ഞങ്ങളുടെ സഭയ്ക്ക് ആവശ്യമാകുന്ന, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാകുന്ന, ഞങ്ങളുടെ തലമുറകൾക്ക് ആവശ്യമാകുന്ന, ഞങ്ങളുടെ വസ്തുവകകൾക്ക് ആവശ്യമാകുന്ന, ഞങ്ങളുടെ ദേശത്തിന് ആവശ്യമാകുന്ന സ്വർഗരാജ്യത്തിന്റെ താക്കോൽ തുറന്ന് ചില നന്മകൾ പ്രാപിക്കേണ്ടതിന്. താങ്ക് യു ജീസസ്. എത്ര പേര് ഇന്ന് രാത്രിയിൽ ഏറ്റെടുക്കുന്നുണ്ട് ആ സന്ദേശം? ഞങ്ങളുടെ ദൈവസഭയ്ക്ക് ഇന്ന് രാത്രിയിൽ ആ ഗിഫ്റ്റ് ആവശ്യമാണെന്നുള്ളവര് കരം ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ഈ ഗിഫ്റ്റ് ആവശ്യമാ. ഞങ്ങളുടെ ദൈവസഭയ്ക്ക് ഈ ഗിഫ്റ്റ് ആവശ്യമാ. മുൻപോട്ട് നടക്കാൻ, മുൻപോട്ട് ആമേൻ കടന്നു പോകാൻ, ഞങ്ങളുടെ ഗമനാഗമനങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ആവശ്യമാ. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ തുറന്ന് പുറത്തിറക്കാൻ പൈശാചിക മണ്ഡലങ്ങൾ ഒരുപോലെ ആർത്തട്ടഹസിച്ച് സംഹാര താണ്ഡവമാടുന്ന ചില കുടുംബത്തെ അവൻ പൂട്ടിയിരിക്കുന്ന പൂട്ട് പൊളിച്ച് പുറത്ത് കൊണ്ടുവരാൻ കരുത്തുള്ള സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഇന്ന് രാത്രിയിൽ ചില കുടുംബത്തിന് വേണ്ടി സ്വർഗം കൈമാറുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ദൂതം ഏറ്റെടുത്ത് നിങ്ങളുടെ കുടുംബം ഇന്ന് രാത്രിയിൽ അവൻ തുറന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ്. അടച്ചുവെച്ച പിശാച് അടച്ചുവെച്ച ചില കുടുംബങ്ങളെ, തലമുറകളുടെ ഭാവിയെ അവൻ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, അത് തുറക്കുവാൻ കരുത്തുള്ള സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അവൻ നിങ്ങൾക്ക് കൈമാറുകയാ. ദൈവസഭയ്ക്ക് കൈമാറട്ടെ, ദൈവസഭയ്ക്ക് കൈമാറട്ടെ. കരമടിച്ച് ഈ ദൂത് ഇന്ന് രാത്രി റിസീവ് ചെയ്യി. നിങ്ങളുടെ കുടുംബത്തിനകത്തളത്തിൽ ഇന്ന് രാത്രിയിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു രാത്രിയായി മാറട്ടെ.
താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് തകർന്നുകൊണ്ടിരിക്കുന്ന ചില കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക, കുഞ്ഞ് തകരാൻ അനുവദിക്കത്തില്ല, തകരാൻ അവൻ സമ്മതിക്കത്തില്ല. ആമേൻ. നീ തകർച്ച നേരിടുന്നുണ്ടെങ്കിൽ, തകർച്ച നിന്റെ കുടുംബത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ അതിന്റെ അകത്ത് നിന്ന് അവൻ തുറന്ന് നിന്നെ പുറത്തു കൊണ്ടുവരത്തക്ക നിലവാരത്തിലുള്ള ഒരു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അവൻ കൈമാറുകയോ. ബിസിനസിന്റെ മേഖലകളിൽ തകർച്ച സംഭവിച്ച് മുൻപോട്ടുള്ള ഗമനാഗമനത്തിന് തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വചനം പറയുന്നു, ആ ബിസിനസിനെ തുറന്ന് നിന്നെ പുറത്തു കൊണ്ടുവരത്തക്ക നിലവാരത്തിലുള്ള സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അവൻ നിനക്ക് കൈമാറുന്നു. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ് ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചോ. ആമേൻ. ഈ 2024 കഴിഞ്ഞ് 25ലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ 24 അടച്ചു വെച്ച ചിലത്, 24 മൂടപ്പെട്ട ചിലത്, 24 തുറക്കാൻ കഴിയാത്ത ചിലത് 25ന്റെ പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ സ്വർഗം നിനക്കത് തുറന്നു തരാൻ പോകുകയാ. കാരണം നീ ഇന്ന് രാത്രിയിൽ വന്നത് വെറുതെയല്ല, ഇതിന്റെ അകത്ത് കയറിയത് വെറുതെയല്ല. കാരണം ഇന്ന് രാത്രിയിൽ ഒരു ഗിഫ്റ്റ് അവൻ നിനക്ക് കൈമാറുന്നുണ്ട്, ഒരു സമ്മാനം അവൻ നിനക്ക് നൽകുന്നുണ്ട്. മറ്റാർക്കും കൊടുക്കാത്ത, മറ്റാർക്കും നൽകാത്ത, മറ്റാരുടെയും കരത്തിലിരിക്കാത്ത ഒരു താക്കോൽ, ഒരു താക്കോൽ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി ശക്തിയോടെ ചില മിനിറ്റുകൾ കരമൊന്നടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, എല്ലാ കരങ്ങളും അടിച്ച് വായികളെ തുറന്ന് ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞാട്ട് ദൈവത്തോട് പറഞ്ഞ്, സ്വർഗമേ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി ആ താക്കോൽ ഒന്ന് ലഭ്യമാകട്ടെ, ആ താക്കോൽ ഞങ്ങളുടെ കരത്തിൽ വരട്ടെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് വരട്ടെ. ശതരമന ശംദരാദരാദര അധരമന ഘടകൽക്കരാദിയ പ്രൈശസ്യം ധേരിയൽ മനാസിയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. കുടുംബങ്ങളുടെ അകത്തളത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം. ദൈവസഭയ്ക്കകത്ത് വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഓ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഇന്ന് രാത്രി കുടുംബങ്ങളുടെ മേൽ കൈമാറട്ടെ. ചിലത് ഇന്ന് രാത്രിയിൽ അത് പ്രാപിച്ചു തുടങ്ങട്ടെ. തകർച്ചയുടെ വാക്കിൽ നിൽക്കുന്ന നിനക്ക് ഇന്ന് രാത്രിയിൽ ഒരു പുതിയ ഓപ്പണിംഗ്, പുതിയൊരു ഓപ്പണിംഗ്, പുതിയൊരു ഓപ്പണിംഗ്. തകർന്നു പോകുന്ന നിനക്ക് ഇന്ന് രാത്രിയിൽ ഒരു പുതിയ തുടക്കം, പുതിയ തുടക്കം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? രോഗത്തിന്റെ അവസ്ഥയിലൂടെ സഞ്ചരിച്ച് ഇല്ല, ഇനി എനിക്ക് മുൻപോട്ടൊരു യാത്രയില്ല എന്ന് വിധി പകർപ്പെഴുതി വെച്ചതിന്റെ നടുവിലേക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോലവൻ കൈമാറുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോലവൻ കൈമാറുന്നു. വിശ്വസിക്കാൻ കഴിയുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ചിലത് പ്രാപിക്കാൻ തുടങ്ങി, ചിലത് പ്രാപിക്കാൻ തുടങ്ങി. ചിലതിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി സ്വർഗരാജ്യത്തിന്റെ താക്കോലവൻ കൈമാറുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഇന്ന് രാത്രിയിൽ ചിലതിന്റെ മേൽ കൈമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചിലത് പ്രാപിക്കട്ടെ. ഇന്ന് വരെ ലഭ്യമാകാത്ത, ഇന്ന് വരെ കടന്നു വരാത്ത അസമാധാനത്തിന്റെ അവസ്ഥകൾ കുടുംബത്തിലിട്ട്, അസ്വസ്ഥതകൾ കുടുംബത്തിലിട്ട്, വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ, ഓ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, കണ്ണുനീരൊഴുക്കുന്ന വിഷയങ്ങൾ, നിരാശപ്പെടുത്തുന്ന വിഷയങ്ങൾ കുടുംബത്തിന്റെ അകത്തുകൊണ്ടിട്ട് വല്ലാതെ വല്ലാതെ നിന്നെ ആകുലപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി വചനം പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് അടച്ചു വെച്ചതിനെ തുറക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി തുറന്നു വരട്ടെ. ഓ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് അടഞ്ഞുപോയ ചില വിഷയങ്ങൾ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കരവും ശബ്ദവും ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ ഞാൻ നിനക്ക് തരികയാ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. പത്രോസേ ഞാൻ നിനക്ക് വേണ്ടി കരുതുകയാ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. അച്ഛാ പ്രാർത്ഥിക്കണം. 2025 നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. പരിശുദ്ധാത്മാവിൽ 24 അടഞ്ഞു പോയത് 25 നമ്മൾ ആത്മാവിൽ തുറക്കും. പോരാ പോരാ, ശക്തിയോടെ ആമേൻ പറഞ്ഞ്. 2024 അടഞ്ഞു പോയത് 2025 ആത്മാവിൽ തുറക്കുമെന്ന്. 2024 അടച്ചു വെച്ചത് ആത്മാവിൽ നമ്മൾ പൊളിക്കുമെന്ന്. 2024 ഇല്ലാതെ പോയത് 2025
2025 നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പൂട്ടി വച്ചത്, നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞത്, ചില പേപ്പറുകൾ ഇന്നും മടക്കി ചുരുട്ടി ഇതിന്റെ മുകളിൽ ഒരു സീല് പോലും വെക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നില്ലേ? ഒരു സൈനിട്ടാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ, ഇല്ലെന്ന് പറഞ്ഞില്ലേ? 24ന്റെ അവസാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യത്തിൽ നിന്ന് പ്രവചനാത്മാവിൽ ഞാൻ പറയുകയാ, 25 താമേ തുടങ്ങുന്നതിന് മുൻപ് 24ൽ അടച്ച ചില വിഷയത്തിന് പരിഹാരം സ്വർഗം തരാൻ പോകുകയാ. അതവൻ തുറന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. എൻ്റെ വാക്കിൽ നിന്ന് വിട പറയുകയാ. എൻ്റെ സന്ദേശം എനിക്ക് മുൻപിപ്പിക്കാൻ കഴിയത്തില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ പറയാം. പത്രോസ്ലീഹ എഴുതി ചേർത്തത് എന്താണെന്നറിയാമോ? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. എന്താ ഇത്രയും ആവേശത്തോടെ പത്രോസ് എഴുതാൻ കാരണം? പത്രോസിന് വേണ്ടി സ്വർഗരാജ്യത്തിന്റെ താക്കോല് കരുതിയിട്ടുണ്ടെങ്കിൽ പത്രോസ് പറഞ്ഞു, ആകയാൽ അവൻ നിങ്ങൾക്കും വേണ്ടി കരുതുന്ന ദൈവമാ. എനിക്ക് വേണ്ടി സ്വർഗരാജ്യത്തിന്റെ താക്കോല് കരുതിയാൽ, എനിക്ക് വേണ്ടി ഉലകത്തെ പിടിച്ചു കെട്ടാൻ, എനിക്ക് വേണ്ടി സ്വർഗം തുറക്കാനുള്ള താക്കോല് എന്റെ കരത്തിൽ നൽകിയാൽ, സഹോദരങ്ങളെ, നിങ്ങൾ ഭാരപ്പെടരുത്. അതുകൊണ്ട് അവൻ നിങ്ങൾക്കും വേണ്ടി കരുതുന്ന ദൈവമാ. കരമുയർത്തി പിടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാ വായികളും തുറന്ന് കർത്താവിനോട് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ, അവൻ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണെന്ന് അഭിമാനത്തോടെ ഞങ്ങൾ കേട്ടു, ആവേശത്തോടെ ഞങ്ങൾ കേട്ടു. അവന്റെ സകല കരുതലുകളും ഇന്ന് രാത്രി ഞങ്ങൾ അനുഭവിച്ചതാണ്. എത്ര പേർക്ക് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുന്നു? ദൈവത്തോട് ഒരൊറ്റ വാക്ക് പറഞ്ഞ്, കർത്താവേ, ഞങ്ങളുടെ മുൻപിൽ പലതും അടഞ്ഞു കിടക്കുകയാണ്. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ് നിങ്ങൾക്ക് വേണ്ടി. ഇന്ന് രാത്രിയിൽ വാതിലുകൾ പലതും അടഞ്ഞുപോയി. മുൻപോട്ടുള്ള വഴികളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഒരു മനുഷ്യനും എൻ്റെ കൂടെയില്ല. ഇതൊന്ന് തുറന്ന് എനിക്കൊന്നകത്ത് പ്രവേശിച്ചാൽ, ഇതൊന്ന് തുറന്ന് ഇതിൻ്റെ പുറത്തെനിക്കൊന്ന് വന്നാൽ, ബിസിനസ്സോ രോഗസംബന്ധമായ വിഷയമോ മറ്റിതര വിഷയങ്ങൾ ഏതുമാകട്ടെ, രാത്രിയിൽ അങ്ങനെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അക്കരമുയർത്തിയവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് വന്നാട്ടെ. കരമുയർത്തിയവർ മാത്രം. ഓ വഴിയൊരുക്കും അവൻ ആഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. ഓ വഴിയൊരുക്കും അവൻ ആഴികളിൽ വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു. കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു. കണ്ണുനീരവൻ തുടയ്ക്കും. ഞങ്ങളുടെ പിതാവേ, ഇന്ന് രാത്രിയിൽ കരമുയർത്തി അങ്ങയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങൾക്ക് സ്തോത്രം.
ഇവരുടെ ആവശ്യങ്ങളൊന്നും ഇന്ന് രാത്രി ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പാ, സകലതും ആരാഞ്ഞറിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇവരോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ഉള്ളത്തെ അറിഞ്ഞ്, നീറുന്ന വിഷയത്തെ അറിഞ്ഞ്, ഭാരപ്പെടുത്തുന്ന വിഷയത്തെ അറിഞ്ഞ്, വേദനിപ്പിക്കുന്ന വിഷയത്തെ അറിഞ്ഞ് ഇന്ന് രാത്രിയിൽ ഈ നിൽക്കുന്ന ജനത്തിന് കരുതുവാൻ കരുത്തുള്ള അവിടുത്തെ കരം പറന്ന് പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വരേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഇവരുടെ എല്ലാ വിഷയത്തിന്റെ മുഖത്തും സ്വർഗം അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണം. ഇവരെ ഭാരപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന, നീറ്റലോടെ നീറുന്ന, നിരാശയുടെ നീർച്ചുടിയിൽ ഇരിക്കുന്ന എല്ലാ വിഷയത്തിന്റെ നടുവിലും ഇന്ന് രാത്രിയിൽ സ്വർഗം അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കും. ബിസിനസ് മേഖലകളിൽ, രോഗസംബന്ധമായ വിഷയത്ത് കർത്താവേ, കുഞ്ഞുങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസം, ജോലി മേഖലകളിൽ ഇവരനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും യേശുവിന്റെ നാമത്തിൽ അഭിഷക്തന്മാരായി ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരമുള്ള നാമത്തിൽ നിറഞ്ഞ മനസ്സോടെ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങൾ മാറി, നിരാശകൾ മാറി, വേദനകൾ മാറി, ദൈവിക കരുതൽ അനുഭവിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് ദൈവകൃപ കൂടിയിരിക്കും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.